സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. നീലവിരിയിട്ട ജാലകം ഭാഗം 5. ചിന്തു ഞെട്ടിയില്ല. കണ്ണുകളിൽ ഈറന്റെ തിളക്കമുണ്ടായെന്ന് മാത്രം. എന്നിട്ടും അവൻ കല്യാണിയുടെ കയ്യിലെ പിടിവിട്ടില്ല. കല്ലു, ഞാൻ സത്യം പറഞ്ഞതിനല്ലേ നീ എന്നെ ശിക്ഷിച്ചത്? എനിക്ക് വേണമെങ്കിൽ നിന്നോട് ഇത് പറയാതിരിക്കാമായിരുന്നു. സത്യം പറഞ്ഞത്, അത് പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിയുമെന്ന ഭയം കൊണ്ട് മാത്രം. കേണൽ മാമന്റെ കണ്ണിൽ ചെന്ന് നിങ്ങൾ പെട്ടുപോയതുകൊണ്ട് മാത്രം. ഭാഗികമായി അത് ശരിയായിരിക്കാം. എന്നാൽ വേണമെങ്കിൽ എനിക്ക് തർക്കിക്കാൻ കഴിയുമായിരുന്നു. ഒരു തെളിവും വേണ്ട. കള്ളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. നിനക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും നിന്നോട് കള്ളം പറയാൻ എനിക്കാവില്ല കല്ലു. ചിന്തുവിന്റെ ശബ്ദമിടറി. വേണ്ട. കല്യാണിയുടെ ചുണ്ടുകൾ പുച്ഛത്തിൽ കൂടി. സിനിമ കണ്ടു കരയുന്ന തരം പെണ്ണല്ല കല്യാണി. കല്ലുവിനോട് ഞാൻ സത്യം പറയാം. എങ്ങനെയെന്നറിയില്ല, ആ സ്ത്രീ എന്നെ വല്ലാതെ ആകർഷിപ്പിച്ചു. നേരിയ സഹാനുഭൂതിയും ഒപ്പമുണ്ട്. അതൊന്നുമല്ല സംഗതി. ചിന്തു ആ സൗന്ദര്യത്തിൽ ഭ്രമിച്ചുപോയി. അവർ ചീത്തയാണെന്നറിഞ്ഞപ്പോൾ വെറുപ്പോടെ അകലാനല്ല, അടുത്താൽ അവരെ വസൂലാക്കാമെന്നാണ് ചിന്തിച്ചത്. കല്ലു, എങ്ങനെയാണ് എന്നെ കരുതിയിരിക്കുന്നത് അല്ലേ? ചിന്തുവിന്റെ കണ്ണുകളിൽ വേദന തിങ്ങി. ഇത്രയും കാലത്തിനിടയിൽ നിന്റെ വിരൽത്തുമ്പിപ്പോലും ഞാൻ. എന്റെ അടുത്ത് അത് നടപ്പില്ലെന്നറിയാവുന്നതുകൊണ്ട് കല്യാണി വെറുപ്പിൽ മുഖം വെട്ടിത്തിരിച്ചു. ശരി, ഞാൻ പിഴയാണ്, സമ്മതിച്ചു. എനിക്ക് അവരോട് ആഗ്രഹം തോന്നി എന്നതും സത്യം. വിശേഷിച്ചും കയ്യെത്തുന്ന അകലത്തിൽ ആ ഈറൻമേനി കണ്ടപ്പോൾ. യൂ! കല്യാണി വല്ല ഞെരിച്ചു. എന്റെ മുന്നിൽ വെച്ച് ഇയാൾക്കിത് പറയാൻ തോന്നിയല്ലോ. നീ എന്നെക്കൊണ്ട് ഇത് പറയിച്ചതാണ്. കല്യാണി, ഇനി ഞാൻ ഒന്നും വിളിക്കുന്നില്ല. ഞാൻ അവിടെ പോയത് ആ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു തന്നെ. അവരുടെ കഥകൾ കേട്ടപ്പോൾ അല്പം മനസ്സലിവും തോന്നി. നീ വിചാരിക്കുന്നത് പോലെയല്ല ആ സ്ത്രീ. ഞാൻ ആഗ്രഹിച്ചാലും നിർബന്ധിച്ചാൽ പോലും അവരതിനൊന്നും കിട്ടില്ല. വേണ്ട, ആ സ്ത്രീയെ ആദർശവൽക്കരിക്കാൻ ശ്രമിക്കേണ്ട. ഐ നോ ഷീസ് എ പ്രോസ്. എങ്കിലതെ. ചിന്തുവിന്റെ ക്ഷമ കെട്ടു. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പറഞ്ഞിട്ടെന്താ? അപ്പോൾ എന്റെ ഊഹം ശരിയാണ് അല്ലേ? കല്യാണി ഉറക്കെ കരയാൻ തുടങ്ങി. സംഭവിച്ചു എന്ന് ഞാൻ സമ്മതിച്ചാലല്ലേ കല്യാണിക്ക് തൃപ്തിയാവൂ? പക്ഷേ ഒന്ന് ഞാൻ പറയാം. എന്ത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും എന്റെ മനസ്സിൽ നീ മാത്രമേയുള്ളൂ. അത് സത്യം. അങ്ങനെ മനസ്സിലൊരാളും മറ്റാവശ്യങ്ങൾക്ക് വേറെയുള്ളവരും എന്ന വ്യവസ്ഥ വേണ്ട. എനിക്കിനി ബാക്കി പറയുമ്പോൾ ഹൃദയം പൊട്ടിയിട്ടെന്നോണം അവൾ പിടഞ്ഞു. ഇയാളെ വേണ്ട. ചിന്തു നടുങ്ങി. കല്യാണിയുടെ കയ്യിലെ അവന്റെ പിടി അയഞ്ഞു. അതെ, വേറൊരു പെണ്ണിനെ ഭ്രമിക്കുന്നവനെ എനിക്ക് വേണ്ട. അതായത് നിനക്ക് നിന്നെ മാത്രം ധ്യാനിച്ചു കഴിയുന്ന ഒരുവനെ മതി. അതെ, ദരിദ്രനോ വിദ്യാവിഹീനനോ ആരുമായിക്കൊള്ളട്ടെ, ഞാൻ സഹിക്കും. പക്ഷെ ഇത് അങ്ങനെ ഒരുത്തിനെ കിട്ടിയില്ലെങ്കിലോ? വേണ്ട. വിവാഹമാണ് മനുഷ്യജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് ഞാൻ കരുതുന്നില്ല. നല്ലവനായ ഒരുവനെ കിട്ടിയില്ലെങ്കിൽ അന്തസ്സായി തനിച്ച് ജീവിക്കാൻ എനിക്കറിയാം. ഒരു ചോദ്യം കൂടി. ചിന്തുവിന്റെ മുഖം ഗൗരവപൂർണമായി. പുരുഷൻ മാത്രം പരമയോഗ്യനായിരുന്ന മതിയോ? സ്ത്രീക്ക് എന്തുമാകാമല്ലേ? സ്ത്രീ എന്താ ആയത്? എനിക്ക് മറ്റാരോടും ഭ്രമം തോന്നിയിട്ടില്ല. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് കാണാൻ കൊള്ളാവുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. അവരോടെല്ലാം ഞാൻ നല്ല സൗഹൃദം പുലർത്തുന്നുമുണ്ട്. പക്ഷെ ഒരുത്തനോടും എനിക്ക് ഭ്രമം തോന്നിയിട്ടില്ല. ഒരുത്തന്റെ കൂടെ ഒരിടത്തും പോയിട്ടില്ല, ഒരു കോഫി ഹൗസിൽ പോലും. അത്ര പതിവ്രത ചമയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ പതിവ്രത തന്നെയാണ്. ആരും അറിയുന്നില്ലെന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ എഡിറ്റോറിയലുമുണ്ടല്ലോ ചില വമ്പന്മാരൊക്കെ. സ്റ്റുപ്പിഡ്. കല്യാണി പൊട്ടിത്തെറിച്ചു. സ്വന്തം വ്രണങ്ങൾ പുറത്തായതോടെ അപമാനിക്കാൻ മറ്റുള്ളവരുടെ മേലേക്കും കൂടി ചേറുവാരിയെറിയുന്നോ? ഇത് വേശ്യകളെ തന്ത്രമാണ്. കല്യാണി, നമ്മുടെ സംസാരം ഇത്ര ദൂരം പോരേണ്ട ഒരാവശ്യവുമില്ല. നീ ശാന്തമായി ആലോചിച്ച് നോക്ക്. മാപ്പ് തരാവുന്ന തെറ്റേ എന്നിൽ നിന്നുണ്ടായിട്ടുള്ളൂ. നോ, ഇനി മാപ്പേയില്ല. എന്നോട് അനീതി കാണിച്ചുവെന്ന് മാത്രമല്ല, എന്നെപ്പറ്റി അപവാദം കറിയാൻ കൂടി തയ്യാറായിരിക്കുന്നു. വേണ്ട, എനിക്കിനി ഇയാളെ വേണ്ട. ഇയാളുമുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും വേണ്ട. അങ്ങനെ അങ്ങ് കട്ട് ചെയ്യാൻ പറ്റുന്ന കണക്ഷൻ അല്ലല്ലോ നാം തമ്മിലുള്ളത്. രണ്ടു വീട്ടുകാർ പരസ്പര സമ്മതത്തോടെ തീരുമാനിച്ച ബന്ധമാണ്. തീരുമാനിച്ചതല്ലേയുള്ളൂ, ഒന്നും നടന്നില്ലല്ലോ. തീരുമാനങ്ങൾ തിരുത്താവുന്നതാണ്. ഞാൻ ആ പഴയ തീരുമാനത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നു. കല്ലു. ചിന്തുവിന്റെ സ്വരമിടറി. ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട. അയാം കല്യാണി മേനോൻ. പറഞ്ഞതും അവൾ വെട്ടിത്തിരിഞ്ഞു നടന്നു. ഒരു നിമിഷം സ്തബ്ധനായി നിന്നിട്ട് ചിന്തു ചെന്ന് ബൈക്കിൽ കയറി. ബൈക്ക് സ്റ്റാർട്ടാക്കി കല്യാണിയെ പിന്തുടർന്നു. എന്നാൽ ചിന്തു അടുത്തെത്തും മുമ്പേ ഒരു ഓട്ടോയെ കൈയണിച്ച് നിർത്തി കല്യാണി അതിൽ കയറി സ്ഥലം വിട്ടു. ഇനിയിപ്പോൾ പുറകെ പോയിട്ട് കാര്യമില്ലെന്ന് ചിന്തുവിന് തോന്നി. അവൾ വല്ലാത്ത ചൂടിലാണ്. ഒന്ന് തണുക്ക് വരെ കാത്തിരിക്കുക തന്നെ.
ചിന്തു മടങ്ങി. എത്ര പൊട്ടിത്തെറിച്ചാലും കല്ലുവിന് തന്നെ കട്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയൊക്കെ പറയാനേ കഴിയൂ. ആ പ്രതീക്ഷയിലാണ് ചിന്തു വൈകുന്നേരം സ്റ്റേഷനിൽ നിന്ന് നേരെ കല്യാണിയുടെ വീട്ടിലെത്തിയത്. ഗേറ്റിൽ വണ്ടി നിർത്തി അകത്തേക്ക് നോക്കുമ്പോൾ സിറ്റൌട്ടിൽ കല്യാണിയുടെ അച്ഛൻ രാമൻ മേനോൻ ചിന്തുവിന് അപരിചിതനായ ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. ആ, ചിന്തുവോ? മേനോൻ കൈ ഉയർത്തി വിഷ് ചെയ്തു. കല്യാണി അകത്തുണ്ടോ? ചിന്തു ചോദിച്ചു. ഉണ്ട്, തിരക്കേട്ട് ജോലിയിലാണ്. എങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ചിന്തു വണ്ടി വിട്ടു. താൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കല്യാണി തണുത്തിരിക്കുന്നു. ഇല്ലെങ്കിൽ അവൾക്കിപ്പോൾ ജോലി ചെയ്യാൻ കഴിയില്ല. മാത്രവുമല്ല, താനുമായി വഴക്കിട്ട കാര്യം അവൾ വീട്ടിൽ പറഞ്ഞിട്ടുമില്ല. പറഞ്ഞിരുന്നെങ്കിൽ രാമൻമേനോന്റെ മുഖം ഇങ്ങനെയായിരിക്കുമില്ല. വീട്ടിലെത്തിയപ്പോൾ കല്യാണിയെ വെറുതെ ഫോണിൽ വിളിച്ചാലോ എന്ന് ചിന്തുവിന് തോന്നി. പിന്നെ വേണ്ടെന്ന് വെച്ചു. പിറ്റേന്ന് രാവിലെ സ്റ്റേഷനിലേക്ക് പുറപ്പെടേണ്ട സമയമായതോടെ ചിന്തുവിന്റെ അസ്വസ്ഥത കഠിനമായി. പതിവിലും അല്പം നേരത്തെ തന്നെ അവൻ കല്യാണിയുടെ ഗേറ്റിലെത്തി. കല്യാണിയുടെ അമ്മയ്ക്ക് വിസ്മയം. ആ, ചിന്തു ഇപ്പൊ വരുന്നതേയുള്ളൂ. ഞാൻ വിചാരിച്ചത് ചിന്തു വന്ന് വിളിച്ചത് കൊണ്ടാവും കല്യാണി നേരത്തെ പോയതെന്നാണല്ലോ. അപ്പൊ കല്യാണി പോയോ? ഒരു 15 മിനിറ്റെങ്കിലും ആയിട്ടുണ്ടാവും. ചിന്തു തളർന്നു പോയി. നേരെ ആഴ്ചപ്പതിപ്പിന്റെ ഓഫീസിലേക്ക് ചെന്നാലോ എന്ന് അവൻ ആലോചിച്ചു. അവൾ തണുത്തിട്ടില്ലെങ്കിൽ തൽക്കാലത്തെ ക്ഷോഭത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് വരും. ഒടുവിൽ സ്റ്റേഷനിൽ എത്തിയ ശേഷം ഫോൺ ചെയ്യാമെന്ന് തീരുമാനിച്ചു മടങ്ങി. ലൈനിൽ കിട്ടിയത് ജിജോ മാനുവലിനെയാണ്. കല്യാണി ഇന്ന് നേരത്തെ എത്തി. നല്ല കുട്ടിയായിരുന്നു, ജോലി ചെയ്യുന്നുണ്ട്. അവളെ ഒന്ന് വേണമല്ലോ. ഹോൾഡ് ചെയ്തോളൂ, ഇതാ കൊടുക്കാം. എന്നാൽ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ജിജോ തന്നെയാണ് മറുപടി നൽകിയത്. താങ്കളോട് സംസാരിക്കാൻ കല്യാണിക്ക് താല്പര്യമില്ലെന്ന്. മുഖത്തടിയേറ്റതുപോലെയാണ് ചിന്തുവിന് തോന്നിയത്. ആദ്യം കൊണ്ട അടി മറ്റാരും അറിഞ്ഞില്ല. ഇത് ആദ്യത്തെ പ്രയാസമൊന്നും അറിയപ്പോൾ ചിന്തുവിന് വാശിയായി. വൈകുന്നേരം ചിന്തു കല്യാണിയുടെ വീടിന്റെ ഗേറ്റിലെത്തി. 2 വാക്കു പറഞ്ഞിട്ടേ ഇന്ന് പിരിയൂ. പെൺപിള്ളേർക്ക് ഇത്രയും എടുക്ക ആവശ്യമില്ല. എന്നാൽ ചിന്തു പോർച്ചിലെത്തിയപ്പോൾ ഹാളിന്റെ വാതിൽക്കൽ കല്യാണിയുടെ അച്ഛനും അമ്മയും. 2 മുഖത്തുമില്ല പ്രസാദം. കല്ലു അകത്ത് കയറി കിടക്കുകയാണ്. ചിന്തു വന്നാൽ കാണാൻ താല്പര്യമില്ലെന്ന് പറയാൻ പറഞ്ഞിരിക്കുന്നു. രാമൻ മേനോനാണ് പറഞ്ഞത്. ചിന്തുവിന്റെ ശിരസ് കുഴിഞ്ഞുപോയി. എന്തുപറ്റി ചിന്തു? എന്താ പ്രശ്നം? കല്യാണിയുടെ അമ്മ ചോദിച്ചു. അവളൊന്നും പറയുന്നില്ല. മുൻപത്തെ പോലെ നിസാര പിണക്കമൊന്നും അല്ലെന്ന് തോന്നുന്നു. എന്താ കാര്യം? എന്തു മറുപടി പറയണം? ചിന്തുവിന് അറിയില്ലായിരുന്നു. കല്യാണിയോട് ചോദിക്കൂ, അവൾ പറയും. അവൾ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. അത് തന്നെ ആവർത്തിച്ചും പറയുന്നു. അതെന്താണ് എന്ന ഭാവത്തിൽ ചിന്തു കല്യാണിയുടെ അച്ഛനെയും അമ്മയെയും മാറി മാറി നോക്കി. അവൾക്ക് ഈ ബന്ധം വേണ്ടത്രേ. കാരണം പറയുന്നില്ല. ചിന്തുവിൽ വല്ലാത്തൊരു ആന്തലുണ്ടായി. കല്യാണി സംഗതി കാര്യമായി എടുത്തിരിക്കുന്നു. ചിന്തു കുനിഞ്ഞ ശിരസോടെ തിരിഞ്ഞു പുറത്തേക്ക് നടന്നു. വളരെ സാവധാനം അവൻ ചെന്ന് ബൈക്കിൽ കയറി. ബൈക്ക് നഗരവീതിയിലൂടെ ഭ്രാന്തവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരുന്നു. എവിടെയെങ്കിലും ചെന്ന് തട്ടി തകരട്ടെ, സർവം നശിക്കട്ടെ. അങ്ങനെയാണ് ചിന്തു വിചാരിച്ചത്. ഒരു തെറ്റ് സംഭവിച്ചെന്നത് സത്യം. മേനകയുടെ ആകർഷണ വലയിൽ പെട്ടുപോയി. ആ അപൂർവ സൗന്ദര്യത്തിൽ ഭ്രമം തോന്നി, അതും സത്യം. എന്നാൽ സ്ത്രീ ശരീരത്തോട് പുരുഷന് തോന്നുന്ന കേവലമായ ആകർഷണം മാത്രമായിരുന്നില്ല അത്. അവരെ സംബന്ധിച്ച വിചിത്ര കഥകളിലുള്ള കൗതുകവും ആ സവിശേഷ പ്രത്യേകതകളോടുള്ള ആദരവും. അതുകൊണ്ടാണ് അവർ സഹായം അപേക്ഷിച്ചപ്പോൾ നിഷേധിക്കാൻ കഴിയാതെ പോയത്. അപ്പോഴും കല്യാണി ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. പക്ഷെ കല്യാണിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവളുടെ പക്ഷത്തും ന്യായമുണ്ടാവാം. ആ പരിഗണനയിലാണ് ഇത്രയും തവണ നാണം കെട്ട് അവളുടെ പിന്നാലെ ചെന്നത്. ഇനിയും ചെന്നെന്ന് വരും. കാരണം തനിക്ക് കല്യാണിയെ വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല. അവൾ മുറിച്ച അത്ര എളുപ്പത്തിൽ തനിക്ക് ബന്ധം മുറിക്കാൻ കഴിയില്ല. അവളുടെ ചെറിയ പിണക്കങ്ങൾ പോലും പ്രിയപ്പെട്ടതാണ്. ആ പിണക്കം നിത്യമായ വേർപാടിലേക്ക് നീങ്ങിയാൽ താങ്ങാനാവുകയില്ല. അവൾ തന്നെ മുഖത്തടിച്ചു. ബാസ്റ്റാർഡ് എന്ന് വിളിച്ചു. രണ്ടും ജീവിതത്തിലെ ആദ്യ അനുഭവമാണ്. മറ്റൊരാളിൽ നിന്നായിരുന്നെങ്കിൽ ഒരിക്കലും മാപ്പ് നൽകാൻ കഴിയുമായിരുന്നില്ല. കല്യാണിയുടെ പക്ഷേ തനിക്ക് പരിഭവം പോലും തോന്നിയില്ല. കൊച്ചച്ച എന്ന നട്ടുവിലി വിളി കേട്ടാണ് ചിന്തു ചിന്തകളിൽ നിന്ന് ഞെട്ടിയുണർന്നത്. വീടെത്തിയിരിക്കുന്നു. അവൻ ബൈക്ക് പോർച്ചിൽ കൊണ്ടുപോയി നിർത്തിയിട്ടിറങ്ങി. പിന്നെ നട്ടുവിന്റെ അരികിലെത്തി അവനെ വാരിയെടുത്തു. അവന്റെ മുഖത്തും നെറുകയിലും കുഞ്ഞു കൈകളിലും ഉമ്മ വെച്ചു. ഇത്രയും മുതിർന്ന ഈ ചെക്കനെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കേണ്ട ചിന്തു, താഴെ നിർത്തവനെ ദയ പറഞ്ഞു. ചിന്തു അവനെയും എടുത്തുകൊണ്ട് ഇരിപ്പുമുറിയിൽ തൂക്കിയിരിക്കുന്ന ആടുന്ന ചുരുൾക്കുടയിലിരുന്ന് മെല്ലെ ആഴാൻ തുടങ്ങി. കല്യാണിയുടെ മുഖം ഹൃദയത്തിൽ വിങ്ങലുണ്ടാക്കുന്നുണ്ടായിരുന്നെങ്കിലും
അവൻ നട്ടുവിനെ ചിരിപ്പിക്കാനായി ഇക്കിളിയിടുകയും കളിതമാശകൾ കാട്ടുകയും ചെയ്തു. ചിന്തു വേഷം മാറ്റി ചായ കഴിക്കുന്നില്ലേ? ദേ ചോദിച്ചു. അല്പം കഴിയട്ടെ. ചിന്തു നട്ടുവിന്റെ മുഖത്തു നിന്ന് കണ്ണു തിരിച്ചില്ല. കല്യാണി ഉണ്ടാക്കിയ സങ്കടം ഏടത്തിയമ്മ അറിയിക്കാതിരിക്കാനുള്ള സൂത്രം കൂടിയായിരുന്നു അത്. എങ്കിൽ ഒരു കാര്യം ചോദിച്ചാൽ മറുപടി തരുമോ? ദയയുടെ അടുത്ത ചോദ്യം. ചിന്തു വിസ്മയത്തിൽ ഏടത്തിയമ്മയെ നോക്കി. എന്താ കല്യാണിയുമായുള്ള പ്രശ്നം? ചിന്തുവിന്റെ മുഖം മങ്ങി. എന്തു പ്രശ്നം? കല്യാണിയുടെ അമ്മ എന്നെ ഫോണിൽ വിളിച്ചറിയിച്ചതാണ് നിങ്ങൾ തമ്മിൽ വല്ലാതെ പിണങ്ങിയിരിക്കുന്നുവെന്ന്. ഏടത്തിയമ്മയുടെ മുഖത്തേക്ക് നോക്കി ചിന്തു നിശബ്ദം കേട്ടിരുന്നതേയുള്ളൂ. ദയ തുടർന്നു. വല്ല തമാശ പിണക്കുമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എനിക്കല്ലേ അറിയൂ നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം പിണങ്ങുന്ന കാര്യം. പക്ഷേ കല്യാണിയുടെ അമ്മ പറഞ്ഞത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാ. എന്താ അത്? നിങ്ങൾ തമ്മിലുള്ള പ്രപ്പോസൽ കട്ട് ചെയ്തേക്കാനാണത്രേ കല്യാണി പറഞ്ഞിരിക്കുന്നത്. ചിന്തുവിന്റെ മുഖം വല്ലാതെ വിളറി, കണ്ണുകൾ നിറഞ്ഞു. എന്താ ചിന്തു കാര്യം? ദയ ആരാഞ്ഞു. സംഗതി ഇത്രത്തോളം സീരിയസ് ആകണമെങ്കിൽ കാര്യം നിസ്സാരമായിരിക്കില്ലല്ലോ. എന്താണ് കാര്യമെന്ന് കല്യാണിയുടെ അമ്മ പറഞ്ഞില്ലേ? കല്യാണി അമ്മയോട് കാര്യമൊന്നും പറഞ്ഞില്ല അത്രേ. നിന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാ ചോദിക്കുന്നത്. ദയയുടെ മുഖം ഗൗരവപൂർണമായി. എന്താ ചിന്തുക്കുട്ട കാര്യം? ഒന്നുമില്ല എടത്തിയമ്മേ, ചിന്തു ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു. എടത്തിയമ്മയ്ക്ക് അവളെ അറിയാമല്ലോ. ഒരു തനി മടയിയാണവൾ. അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അവൾ അങ്ങനെ പറഞ്ഞാൽ പ്രപ്പോസൽ കട്ടാകുമോ? ഞാൻ കൂടി സമ്മതിച്ചിട്ട് വേണ്ടേ? അത് തന്നെയാണ് ഞാനും പറയുന്നത്. കല്ലു നല്ല കുട്ടിയാണ്. ഇപ്പോ തന്നെ അവൾ നമ്മുടെ വീട്ടിലെ അംഗമായിരിക്കുന്നു. ആ വീട്ടിലുള്ളവരും എത്ര സ്നേഹമുള്ളവരാണ്. നിസ്സാര കാര്യങ്ങൾ പെരുപ്പിച്ച് നല്ലൊരു ബന്ധം കുട്ടിച്ചോറാക്കരുത്. ചിന്തു ചിരിക്കാനൊരു വിഫല ശ്രമം നടത്തി. ഏടത്തിയമ്മ നോക്കിക്കോ, ഏറിയാൽ ഒരാഴ്ച ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ ഇവിടെ എത്തും. അവൾ അത്രയുള്ളൂ. പാവം. അവസാന വാചകം എത്തിയപ്പോൾ ചിന്തുവിന്റെ സ്വരം വീണ്ടും ഇടറി. നട്ടുവിനെ താഴെ നിർത്തിയിട്ട് അവൻ എണീറ്റ് സ്വന്തം മുറിയിലേക്ക് പോയി. ഏടത്തിയമ്മ അങ്ങനെ പറഞ്ഞുവെങ്കിലും ചിന്തുവിനിപ്പോൾ വല്ലാതെ സംശയം. ഒരുപക്ഷെ തന്റെ കല്ലു തിരിച്ചു വരാതിരിക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ അതോർക്കുമ്പോൾ തന്നെ ചിന്തു നടുങ്ങുന്നു, തളരുന്നു. ഇല്ല, ഇനി ബലം പ്രയോഗിക്കേണ്ടി വന്നാലും അവളെ താൻ വിടില്ല. കല്ലുമില്ലാതെ തനിക്ക് വയ്യ. അടുത്ത ദിവസം സ്റ്റേഷനിൽ നിന്ന് ചിന്തു നേരത്തെ പുറത്തു കടന്നു. സമയം ആഴ്ചപ്പതിപ്പിന്റെ ഗേറ്റിൽ ബൈക്കുമായി കാത്തുനിന്നു. ഒടുവിൽ ഗേറ്റിൽ കല്യാണി പ്രത്യക്ഷയായി. പരിസരത്തെങ്ങാൻ ചിന്തു കാത്തു നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് അവൾ ഗേറ്റ് കടന്നത്. ചിന്തുവിനെ കണ്ടതും ഒരു നിമിഷത്തേക്ക് കല്യാണി പരിങ്ങി. പിന്നെ ധൈര്യം സംഭരിച്ചെന്നോണം തല നിവർത്തിപ്പിടിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ചിന്തു വണ്ടിയിൽ പിന്നാലെ ചെന്നു. അത് പ്രതീക്ഷിച്ചിട്ടെന്നോണം കല്യാണി തിടുക്കത്തിലാണ്. എന്നിട്ടും ചിന്തു അവളുടെ ഒപ്പം എത്തി. അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. എവിടെ പോകുന്നു? വന്ന് വണ്ടി കയറ്, ചിന്തു പറഞ്ഞു. കയ്യിൽ നിന്ന് വിട്. ഗൗരവത്തിലായിരുന്നു കല്യാണിയുടെ ആജ്ഞ. ഇല്ല, ഒരിക്കലുമില്ല, ചിന്തു പറഞ്ഞു. വേണമെങ്കിൽ മുഖത്തടിച്ചോളൂ, ബാസ്റ്റാർഡ് എന്ന് വിളിച്ചോളൂ, എത്ര തവണ വേണമെങ്കിലും. ഞാൻ ഇവിടെ നിന്ന് ഉറക്കെ നിലവിളിക്കും. ഒരു ശത്രുവിനോടെന്നായിരുന്നു കല്യാണിയുടെ മറുപടി. ഒരു നിമിഷം. ചിന്തു കല്യാണിയുടെ കയ്യിലെ പിടിവിട്ടു. നാളെ കല്യാണിയുടെ പിടക്കം മാറിയേക്കാം. ഇപ്പോൾ അവൾ ഇവിടെ നിന്ന് നിലവിളിച്ചാൽ തന്റെ സൽപ്പേനുണ്ടാവുന്ന കളങ്കം മാറ്റിയെടുക്കാൻ വിഷമമായെന്ന് വരും. തങ്ങൾക്കിടയിലെ ബന്ധത്തിന്റെ ആഴം ഈ ബസ് സ്റ്റോപ്പിൽ കൂടി നിൽക്കുന്നവർക്ക് അറിയില്ലല്ലോ. പെട്ടെന്നാണ് സ്റ്റോപ്പിൽ ഒരു ബസ് വന്നു നിന്നത്. ഉടൽ അതിൽ ചാടിക്കയറി കല്യാണി രക്ഷപ്പെടുകയും ചെയ്തു. അവൾ വീടിന്റെ ഗേറ്റിലെത്തിയപ്പോൾ അതാ ചിന്തു അവിടെ കാത്തു നിൽക്കുന്നു. കല്യാണി അവന്റെ മുന്നിലേക്ക് എത്തി നിന്നു. കല്ലു, നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ പിണങ്ങുന്നതെന്ന് ആലോചിച്ചു നോക്ക്. എനിക്കിത് സഹിക്കാൻ വയ്യ. ചിന്തുവിന്റെ മുഖം തികച്ചും ധീരമായിരുന്നു. ചിന്തു ഗേറ്റിനപ്പുറത്തുള്ള വീട്ടിലേക്ക് നോക്കി. മുറ്റത്ത് തന്നെ അച്ഛനും അമ്മയും നിൽക്കുന്നുണ്ട്. അവൾ മെല്ലെ ഗേറ്റ് തുറന്നു. അകത്ത് കടന്ന ശേഷം ചിന്തുവിന് മുന്നിൽ ഗേറ്റ് അടച്ചു. പിന്നെ ചിന്തുവിന്റെ നേർക്ക് കൈകൾ കുപ്പി. ദയവായി എന്നെ ഇനി ശല്യം ചെയ്യരുത്. ഞാൻ നിങ്ങളെ വെറുക്കുന്നു, കഠിനമായി വെറുക്കുന്നു. എനിക്ക് വേണ്ടി മറ്റൊരു വിവാഹം ആലോചിക്കാൻ അച്ഛനോട് പറയാൻ പോവുകയാണ് ഞാൻ, ഇന്ന് തന്നെ. അവൾ തിരിഞ്ഞു നടന്നു. അമ്പരപ്പിൽ കല്യാണിയെ തന്നെ നോക്കി നിൽക്കുകയാണ് രാമൻ മേനോൻ. അദ്ദേഹത്തിന്റെ നിഴലായി ഭാര്യയുമുണ്ട്. അപ്പോ കല്യാണത്തെ തീരുമാനിച്ചു കഴിഞ്ഞു? നന്നേ സങ്കടത്തിലാണ് രാമൻ മേനോൻ ചോദിച്ചത്. ഹൂവ്. ചിന്തുവിൽ നിന്ന് എന്നേക്കുമായി പിരിയാൻ നിനക്ക് കഴിയോ മോളെ? ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. അവന്റെ കാര്യം മാത്രമല്ല ഞങ്ങൾക്കുള്ള പ്രശ്നം. ആ കുടുംബവുമായും വല്ലാതെ അടുത്തു പോയിരിക്കുന്നു.
ഇനി അന്യരായി വഴിമാറി പോകേണ്ടി വരികയെന്ന് പറഞ്ഞാൽ ആർക്കാ സങ്കടമില്ലാത്തത്? വീർപ്പ് മുട്ടിയിട്ടെന്നോണം കല്യാണി ഒന്നിളകി. സങ്കടമുണ്ടെങ്കിൽ പിന്നെ എന്ത് കാരണത്തിന്റെ പേരിലാ നീ അവനിൽ നിന്നിങ്ങനെ ഓടി അലയുന്നത്? അതെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഒരു നിമിഷം കൂടി വിമ്മിട്ടത്തിൽ അവിടെ നിന്നിട്ട് ധൃതിയിൽ അവൾ വീടിനകത്തേക്ക് നടന്നു. ചിന്തുവിൽ നിന്ന് അകന്നു നടക്കുന്നതിൽ കല്യാണിക്കും സങ്കടമുണ്ടായിരുന്നു. ചിന്തുവും താനും പിരിയുകയാണല്ലോ എന്നോർക്കുമ്പോൾ ഹൃദയം പൊട്ടിത്തകരുന്നു. എന്നാലും ചിന്തുവിനോട് പൊറുക്കുക വയ്യ. തന്റെ ചിന്തുവിന് മറ്റൊരു സ്ത്രീ ശരീരത്തോട് മോഹം തോന്നുക ആലോചിക്കാനേ വയ്യ. ചിന്തു തന്നോട് ചെയ്ത ആദ്യ ചതിയായിരുന്നു അത്. കേണൽ മാമൻ കണ്ടതുകൊണ്ട് മാത്രമാണോ അങ്ങനെ ഒരു ഏറ്റുപറച്ചിലിന് ചിന്തു തയ്യാറായത്? കേണൽ മാമനെ പിന്നീട് കണ്ടിട്ടില്ല, ഈടെ വിളിക്കാറുമില്ല. എന്തു പറ്റി? അതോ ചിന്തു തന്നെ കബളിപ്പിച്ചതാണോ? എങ്കിൽ ചിന്തുവിന് നൽകിയ ശിക്ഷ അല്പം കടുത്തുപോയില്ലേ? കല്യാണി വേഷം മാറ്റി താഴെ എത്തിയപ്പോൾ അച്ഛനും അമ്മയും അവൾക്കായി കാത്തിരിക്കുകയായിരുന്നു. ചായ കഴിക്കുന്നതിനിടയിലാണ് വീണ്ടും സംസാരമുണ്ടായത്. കല്ലു, രാമൻ മേനോൻ വിളിച്ചു. ചിന്തുവിന്റെ കാര്യത്തിൽ നിനക്ക് ഇങ്ങനെയൊരു മനംമാറ്റം ഉണ്ടാകാനുള്ള കാരണം എനിക്കറിയണം. ചന്തുവും ദേവും ഇന്നിവിടെ വന്നിരുന്നു. നിങ്ങൾ എന്തിനാണ് തെറ്റിയതെന്ന് അവർക്കും അറിയില്ല. ചിന്തുവിനും സംഗതി അറിയില്ലെന്നാണ് അവർ പറയുന്നത്. ചിന്തു അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലായിരിക്കും. അല്ലെങ്കിൽ കാരണം അറിയില്ലെന്നാവും പറഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിലും ചിന്തു എങ്ങനെ ആ കാരണം അവരോട് പറയും? അപ്പോൾ നിനക്കെങ്കിലും പറഞ്ഞൂടെ? അപ്പോൾ ന്യായം എന്റെ പക്ഷത്തല്ലെന്നാണോ അച്ഛന്റെ വിചാരം? നീ എന്റെ മകളാണ്, ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ചിന്തുവിലും എനിക്കൊരു വിശ്വാസമുണ്ട്. നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്തതായ ഒരു തെറ്റ് അവനിൽ നിന്നും ഉണ്ടാവില്ലെന്ന്. നീ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിന്തുവിനെ മാത്രം നീ കണക്കിലെടുക്കരുത്. അവന്റെ ആ നല്ല ഏട്ടനും ഏടത്തിയമ്മയും നിനക്ക് എപ്പോഴും ഒരു ആശ്വാസമായിരിക്കും. ചിന്തുവാണെങ്കിലും നമ്മളൊക്കെ വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം വഷളാണെന്ന് എനിക്കങ്ങ് തോന്നുന്നില്ല. കല്യാണി അല്പസമയം വെറുതെ മുഖം കുനിച്ചിരുന്നു. പിന്നെ അച്ഛന്റെ നേർക്ക് നോക്കി. അച്ഛൻ ഈയിടെയെങ്ങാൻ നമ്മുടെ കേണൽ മാമൻ വിളിച്ചിരുന്നോ? ഇല്ല. കേണൽ മാമനോട് ഒന്നിവിടെ വരെ വരാൻ പറയാം. മാമന്റെ അടുത്ത് അച്ഛൻ ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കൂ. മാമൻ എന്തു പറയുന്നു അറിയട്ടെ. എന്താ കേണലിന് ഇതിൽ കാര്യം? അതൊക്കെയുണ്ട്. എങ്കിൽ നീ തന്നെ മാമനെ വിളിച്ച് ഒന്നിവിടെ വരെ വരാൻ പറയൂ. കല്യാണിയുടെ അമ്മയുടേതായിരുന്നു നിർദ്ദേശം. ഉടൻ കല്യാണി എഴുന്നേറ്റ് കൈ കഴുകി ടെലിഫോണിനരികിലെത്തി. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ കേണൽ മാമൻ ലൈനിലെത്തി. മാമൻ ഏടിയായി വിളിക്കാറേ ഇല്ല. ആ, അല്പം തിരക്കിലായിരുന്നു. നിനക്കും നിന്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ സുഖം തന്നെയല്ലേ? ഒരുവിധം. മാമൻ ഈ ആഴ്ച ഇവിടേക്ക് വരുമോ? അച്ഛന് ഒന്നും കാണണമെന്ന് പറഞ്ഞു. അയാൾക്കെന്താ ഇവിടെ അത്ര തിരക്കിട്ട ജോലി? ഒന്ന് ഇവിടേക്ക് വന്നോടെ. മാമൻ ഇവിടേക്ക് വരൂ. പറ്റുമെങ്കിൽ നാളെ തന്നെ. നാളെ പറ്റില്ല, മറ്റന്നാളാവാം. ശരി, മറ്റന്നാൾ. മാമിയെയും കൊണ്ടുവരണം. മറുപടി ഒരു ചിരിയായിരുന്നു. തുടർന്ന് ഫോൺ ഡിസ്കണക്റ്റ് ആയി. ചിന്തുവിനെ മേനകയോടൊപ്പം ആലുവ മണൽപ്പുറത്ത് വെച്ച് കണ്ടതിന്റെ സൂചനയേ ഇല്ല. ചിന്തു തന്റെ സ്നേഹം പരീക്ഷിക്കാൻ ഒരു നുണ പറഞ്ഞതാകുമോ? എന്ത് തെറ്റിന് മാപ്പ് തരുന്നവളാണോ കല്ലു എന്നറിയാൻ. ഏതായാലും അങ്ങനെ എന്ത് തെറ്റിന് മാപ്പ് നൽകുന്നവളല്ല കല്ലു എന്നൊന്ന് അറിഞ്ഞുകൊള്ളട്ടെ. ഏട്ടൻ എന്തു പറഞ്ഞു മോളെ? കല്യാണിയുടെ അമ്മ ചോദിച്ചു. മറ്റന്നാൾ ഇവിടേക്ക് വരും. കല്യാണി തിരിഞ്ഞ് സ്വന്തം മുറിയിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ തന്നെ തേടി ചിന്തു വന്നേക്കുമെന്ന് കല്യാണി വിചാരിച്ചെങ്കിലും ചിന്തു എത്തിയതേയില്ല. വൈകുന്നേരം ഓഫീസ് ഗേറ്റിലും ചിന്തു എത്തിയില്ല. കല്യാണിക്ക് കുറ്റബോധം തോന്നി. താൻ ചിന്തുവിനെ വല്ലാതെ ശിക്ഷിച്ചു. കേണൽ മാമൻ വരുമെന്ന് പറഞ്ഞ ദിവസമെത്തി. മാമൻ വരിക മിക്കവാറും ഉച്ചയൂണ് കഴിഞ്ഞിട്ടാവും. സന്ധ്യ മയങ്ങുമ്പോൾ മടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് അവധിയെടുത്തു കല്യാണി. അവൾ വീട്ടിലെത്തിയപ്പോൾ മാമൻ വന്ന് കാത്തിരിക്കുന്നുണ്ട്. കൂടെ സുന്ദരിയായ മാമിയുമുണ്ട്. വന്നവരുടെയും വീട്ടിലുള്ളവരുടെയും മുഖം പ്രസന്നമല്ല. കല്യാണിക്ക് ഭീതിയായി. കല്യാണി മുറിയിൽ പോയി വേഷം മാറ്റി തിരിച്ചെത്തും വരെ ഇരിപ്പുമുറിയിൽ ഇരുന്നവരാരും ശബ്ദിച്ചതേയില്ല. കല്യാണി വന്ന് മാമിയുടെ അരികിലായിരുന്നതും കേണൽ മേനോൻ അവളോട് ചോദിച്ചു, ഇന്നും നീ വന്നത് ചിന്തുവിന്റെ ബൈക്കിൽ തന്നെയാണോ? അല്ല. അവൾ മുഖം കുനിച്ചിരുന്നു. ഞങ്ങൾ കണ്ടിട്ട് 2 നാളായി. എന്തേ നിങ്ങൾ തമ്മിൽ പിണങ്ങാൻ കാരണം? കല്യാണി ശബ്ദിച്ചില്ല. കല്യാണിക്ക് അവന് വേണ്ടെന്നാണ് പറയുന്നത്. കല്യാണിയുടെ അമ്മ അറിയിച്ചു. വേറെ വിവാഹം നിശ്ചയിച്ചോളാൻ അവൾക്ക് സമ്മതാണത്രേ. എങ്കിൽ പിന്നെന്തിനാ ശങ്കിക്കുന്നത്? വേറെ നല്ല ആലോചന ഞാൻ കൊണ്ടുവരാം. ഇത് അവൾ തന്നെ കൊണ്ടുവന്ന ആലോചനയല്ലേ? അവൾ തന്നെ അത് വേണ്ട എന്ന് പറഞ്ഞ പിന്നെന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? കല്യാണിയിൽ ഒരു നടുക്കമുണ്ടായി. കേണൽ മാമൻ ചിന്തുവിനെതിരാണ്. ആ ശിവരാത്രി സംഭവം മാമൻ വിവരിച്ചു. ഞാൻ ഇക്കാര്യം നിങ്ങളെ അറിയിക്കാതിരുന്നത് മനഃപൂർവ്വമാ.
കേണൽ മാമൻ വന്ന് നിശ്ചയിക്കാനിരുന്ന കല്യാണം മുടക്കി എന്ന് കല്യാണി പറയാൻ ഇടവരുതെന്ന് വിചാരിച്ചു. അവന്റെ ഒപ്പം ഉണ്ടായിരുന്നത് ആരാണെന്നും എനിക്ക് തീർച്ചയില്ല. എങ്കിലും അവന്റെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ സംഗതി ശരിയല്ലെന്ന് തോന്നി. മുട്ടിയൊരുമിയാണ് രണ്ടാളും നടന്നിരുന്നതും. ആ സ്ത്രീയാണെങ്കിൽ നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളോടെ. ഒറ്റ നോട്ടത്തിൽ ദേഹത്ത് വസ്ത്രമുണ്ടെന്നേ തോന്നില്ല. തന്നിൽ നിന്ന് ജീവൻ പിടിവിട്ടു പോന്നതുപോലെ തോന്നി കല്യാണിക്ക്. എന്തായാലും ഇപ്പോഴെങ്കിലും സംഗതി അറിഞ്ഞല്ലോ, ഭാഗ്യം. രാമൻ മേനോന്റേതായിരുന്നു ആ വാക്കുകൾ. ഇനിയിപ്പോ കല്യാണി സമ്മതിച്ചാലും എനിക്ക് ഈ ബന്ധം സമ്മതമല്ല. വേറെ ആലോചന കൊണ്ടുവരാമെന്ന് കേണൽ പറഞ്ഞില്ലേ? കൊണ്ടുവന്നോളൂ. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നടത്താം. കല്യാണി പിന്നെ അവിടെ ഇരുന്നില്ല. എണീറ്റ് മുറിയിലേക്ക് ഓടി. നെഞ്ചിനുള്ളിൽ എവിടെയോ കൊളുത്തിപ്പിടിക്കുന്നത് പോലെ കല്യാണിക്ക് തോന്നി. വേദനയാണോ നീറ്റലാണോ എന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്നു. ചിന്തുവിനെ വേണ്ട എന്ന് ഇതുവരെ താൻ മാത്രമേ തീരുമാനിച്ചിരുന്നുള്ളൂ. അല്പം കഴിഞ്ഞു വേണമെങ്കിൽ തനിക്ക് ആ തീരുമാനം തിരുത്താൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ തീരുമാനം അച്ഛനും അമ്മയും അമ്മാമ്മയും എല്ലാവരും ഉറപ്പിച്ചിരിക്കുന്നു. ഇനി അത് മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കല്യാണി തലയിണയിൽ മുഖം വച്ച് ഏങ്ങലടിച്ചു. കല്ലുമോളെ. ചുമലിൽ മൃദുസ്പർശം. അമ്മയാണ്. കല്യാണി കണ്ണു തുടച്ച് നിവർന്നിരുന്നു. നീ എന്തിനാ കരയുന്നത്? നീയല്ലേ പറഞ്ഞത് നിനക്ക് ചിന്തുവിനെ വേണ്ടെന്ന്? കല്യാണി മറുപടി പറഞ്ഞില്ല. നീ അവനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. അതാ ഈ സങ്കടം. അവന് നിന്റെ പകുതി ആത്മാർത്ഥതയില്ലായിരുന്നു താനും. ഏതായാലും നന്നായി. കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നവനെയൊക്കെ കല്യാണം കഴിച്ചാൽ കണ്ണീര് കൊടുക്കാൻ മാത്രമേ നിനക്ക് നേരം കാണൂ കുട്ടി. ആട്ടെ, ആരാണവൾ? ഗോപാലപുരത്തുള്ള ഒരു വേശ്യയാ, കല്യാണി പറഞ്ഞു. ഒപ്പം അവൾ വെറുപ്പിൽ മുഖം കൊണിഞ്ഞു. അതെങ്ങനെ നീ അറിഞ്ഞു? അമ്മയ്ക്ക് അത്ഭുതം. കല്യാണി ആ കഥ പറഞ്ഞു. മേനക ഉണ്ണിയുടെ കഥ പറഞ്ഞു തീർന്നതും അവൾ അമ്മയുടെ മടിയിൽ മുഖമണിച്ച് ഏങ്ങലടിച്ചു. അമ്മ അവളുടെ മുടിയിൽ തലോടി ആശ്വസിപ്പിച്ചു. പിറ്റേന്ന് ഓഫീസിലേക്കുള്ള യാത്രയിൽ കല്യാണി ചിന്തുവിനെ തിരഞ്ഞു. ബസ് കയറുന്നിടത്തും ഇറങ്ങുന്നിടത്തും ഓഫീസിന്റെ ഗേറ്റിലുമെല്ലാം എവിടെയെങ്കിലും ചിന്തു തന്നെ കാത്തു നിൽപ്പുണ്ടോ? ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞു. അതിനിടയിൽ ഒരിടത്ത് വെച്ച് കല്യാണി ചിന്തുവിനെ കണ്ടില്ല. ചിന്തു പിന്തിരിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ മേനകയിലേക്ക് തന്നെ മടങ്ങിപ്പോയിരിക്കാം. എന്നാലും ചിന്തുവിന് അത് കഴിഞ്ഞല്ലോ. നാഴികയ്ക്ക് 40 വട്ടം പിണങ്ങുമെങ്കിലും തങ്ങൾ ഒരു കാലത്തും ഇങ്ങനെ അകലുമെന്ന് കരുതിയിരുന്നതല്ല. തികച്ചും ഓർക്കാപ്പുറത്ത് അത് സംഭവിച്ചു. ചിന്തു ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു. തനിക്കാണ് അത് സാധിക്കാത്തതെന്ന് അവൾ ഓർത്തു. വൈകുന്നേരം ഓഫീസിന് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ കല്യാണി കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ചിന്തുവിന്റെ ബൈക്ക് സ്റ്റോപ്പിൽ വന്ന് നിന്നത്. കല്യാണി വല്ലാതായി. നെഞ്ച് പടപട മെടിക്കാൻ തുടങ്ങി. പക്ഷെ ചിന്തു വണ്ടി നിർത്തിയത് ഒരു സുഹൃത്തിനെ സ്റ്റോപ്പിൽ കണ്ടതുകൊണ്ടായിരുന്നു. എങ്കിലും സുഹൃത്തിനോട് സംസാരിക്കുന്നതിനിടയിൽ ചിന്തു പലകുറി കല്യാണിയുടെ നേർക്ക് ഒളിഞ്ഞു നോക്കി. അപ്പോൾ കല്യാണിയുടെ ഓർമ്മയിൽ മാലുവ മണപ്പുറമാണ് തെളിഞ്ഞത്. മേനക ഉണ്ണിയോടൊപ്പം മുട്ടിയിരുമി നടന്നു വീണ ചിന്തു. കല്യാണിയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അവൾ മുഖം വെട്ടിത്തിരിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന ശബ്ദം. ഒരു നിമിഷം കൂടി കഴിഞ്ഞിട്ടാണ് കല്യാണി തിരിഞ്ഞു നോക്കിയത്. ചിന്തുവും ബൈക്കും കണ്ണിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ചിന്തു തന്റെ അടുത്ത് വന്നില്ലല്ലോ. വന്നിരുന്നെങ്കിൽ താൻ ആട്ടി ഓടിക്കുമായിരുന്നു. കല്യാണിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാതെയായി. അന്ന് വീട്ടിലെത്തിയപ്പോൾ അമ്മ അവളോട് സ്വകാര്യമായി പറഞ്ഞു, ഇന്ന് നിന്റെ അമ്മാമ്മയുടെ ഫോണുണ്ടായിരുന്നു. കല്യാണി ഒരു ഞെട്ടലോടെ അമ്മയെ നോക്കി. നാളെ ഞായറാഴ്ചയല്ലേ, ഇവിടേക്ക് ഒരു പയ്യനെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടെന്ന്. കോളേജ് ലെക്ചറാണത്രേ. നല്ല ഫാമിലി. ഏട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ മകനാണ് പോലും. കാഴ്ചയ്ക്ക് കൊള്ളാമത്രേ. പറഞ്ഞു നിർത്തി അമ്മ കല്യാണിയെ നോക്കി. എന്താ നിനക്കൊരു പ്രയാസം പോലെ? ഇത്ര പെടിയെന്ന്? കല്യാണി ഒന്നിളകി. ചിന്തുവിനെ വേണ്ടാന്ന് നീ തന്നെയല്ലേ പറഞ്ഞതും? അവനുമായുള്ള റിലേഷൻ കട്ട് ചെയ്തുവെന്നും. അതുകൊണ്ടല്ലേ വേറെ ആലോചിക്കാൻ അച്ഛൻ അമ്മാമ്മയെ ചുമതലപ്പെടുത്തിയത്. അപ്പോഴും നീ എതിർപ്പൊന്നും പറഞ്ഞില്ല. എന്നിട്ടിപ്പോ ആളെ കൂട്ടി വരുമ്പോ വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ഏട്ടൻ പിന്നെ ഈ വീട്ടിലേക്ക് തിരിഞ്ഞു കയറില്ല. കല്യാണി മിണ്ടിയില്ല. ഏതായാലും വന്ന് കണ്ടിട്ട് പോട്ടെ. ഇഷ്ടമില്ലെങ്കിൽ വേണ്ടാന്ന് പറയാമല്ലോ. കല്യാണി നിശബ്ദം തന്റെ കിടക്കറയിലേക്ക് മടങ്ങി. പിറ്റേന്ന് കേണൽ മാമൻ കൊണ്ടുവന്ന പയ്യനെ കല്യാണിയുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമായി. കല്യാണം ഏതാണ്ട് നിശ്ചയിച്ച മട്ടിലാണ് വന്ന പാർട്ടി മടങ്ങിയത്. കല്യാണി തീർത്തും സങ്കടത്തിലായി. ഇഷ്ടമില്ലെന്ന് പറയാൻ കാരണമൊന്നുമില്ല. ഇഷ്ടപ്പെടാൻ വയ്യതാനും. കല്യാണിയുടെ അഭിപ്രായം ആരും ചോദിച്ചില്ല, അമ്മ പോലും. അന്ന് വൈകുന്നേരം CA ചന്ദ്രപ്രസാദിന് കല്യാണിയുടെ അച്ഛൻ രാമൻ മേനോന്റെ ടെലിഫോൺ. ചിന്തുവുമായുള്ള നമ്മുടെ പഴയ വാക്ക് ഉപേക്ഷിക്കേണ്ട ഗതികേടിലായി ഞങ്ങൾ. ഇപ്പോൾ കല്യാണിക്ക് മറ്റൊരു കല്യാണം നിശ്ചയിക്കാൻ പോവുകയാണ്. നിശ്ചയിച്ചെന്ന് തന്നെ പറയാം.
ചായ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ അറിയിപ്പ്. തൊട്ടരികിൽ ചിന്തുവും ഇരിക്കുന്നുണ്ടായിരുന്നു. കല്യാണിക്ക് മറ്റൊരു കല്യാണമോ? ചന്തു ചോദിച്ചു. അതെ, ഞങ്ങളോട് ക്ഷമിക്കണം. മേനോൻ ഫോൺ വെച്ചു. ചന്തു തിരിഞ്ഞ് അനുജനെ നോക്കി. ചിന്തുവിന്റെ മുഖത്ത് സർവം നഷ്ടപ്പെട്ട ഭാവം. അവന്റെ ചുണ്ടുകൾ വിതുമ്പുന്നു. അത് കാണാൻ വയ്യാതെ ചന്തു പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു. പിറ്റേന്ന് കല്യാണിയുടെ വീടിന്റെ ഗേറ്റിൽ ഒരു കാർ വന്നു നിന്നു. ചിന്തുവിന്റെ ഏട്ടൻ ചന്തുപ്രസാദും ഏടത്തിയമ്മ ദയയും അവരുടെ മകൻ നെട്ടവും ഇറങ്ങി. കല്യാണിയുടെ അമ്മ ഓടി അകത്തെ മുറിയിലെത്തി രാമൻ മേനോനെ അറിയിച്ചു. വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം അടച്ചുവെച്ച് രാമൻ മേനോൻ മെല്ലെ എഴുന്നേറ്റു. അപ്പോഴേക്കും ഡോർബെൽ മുഴങ്ങിക്കഴിഞ്ഞിരുന്നു. രാമൻ മേനോനാണ് ചെന്ന് വാതിൽ തുറന്നത്. ചന്തുവിനെയും ദയയെയും കുട്ടിയെയും കണ്ട് അല്ല ഇതാര് എന്ന് പറഞ്ഞ് മേനോൻ വിസ്തരിച്ച് ചിരിച്ചു. വരൂ ചന്തു, വരൂ ദയ. രാമൻ മേനോൻ ഇരുവരെയും അകത്തേക്ക് ക്ഷണിച്ചു. ഞാനും നിങ്ങളെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ഒരു പക്ഷേ ഞാൻ ഇന്ന് അങ്ങോട്ട് വന്നേനെ. കല്യാണി എവിടെ? ദയ ചോദിച്ചു. കല്യാണിയുടെ അമ്മയോടാണ് ചോദിച്ചതെങ്കിലും മറുപടി പറഞ്ഞത് രാമൻ മേനോനാണ്. അവൾ രാവിലെ തന്നെ പോയല്ലോ. ചന്തു എന്തേ അവധിയെടുത്തുവോ? ചന്തു നിശബ്ദം മുഖം കുണിച്ച് നിന്നതേയുള്ളൂ. ഇരിക്കുന്നേ, മേനോൻ ചന്തുവിനോടും ദയയോടുമായി പറഞ്ഞു. എന്നിട്ട് സോഫയിലിരുന്നു. ആദ്യം ഇരുന്നത് ദയയാണ്. ഇരിക്കുമെന്ന് ദയ കണ്ണുകൊണ്ട് നിർദ്ദേശിച്ചപ്പോഴാണ് ചന്തു ഇരുന്നത്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം. കല്യാണിയുടെ അമ്മ മെല്ലെ അകത്തേക്ക് വലിഞ്ഞു. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട, ചന്തു വിളിച്ചറിയിച്ചു. പിന്നെ രാമൻ മേനോനെ നോക്കി. ഇന്നലെ അങ്കിൾ ഫോണിൽ ഒരു കാര്യം അറിയിച്ചുവല്ലോ, അതെനിക്ക് മനസ്സിലായില്ല. അതൊന്നറിയാനാണ് ഞങ്ങൾ വന്നത്. അത് രാമൻ മേനോൻ ഒന്ന് പതറി. അങ്കിളിനെ അറിയാമല്ലോ? ചന്തു ചോദിച്ചു. ചിന്തുവിന്റെയും കല്യാണിയുടെയും കല്യാണം ആദ്യം നിശ്ചയിച്ചത് അവർ തന്നെയാണ്. പിന്നീട് നമ്മൾ ഇരുകൂട്ടരും ചേർന്ന് അതിനെ അംഗീകരിച്ചുവെന്നേയുള്ളൂ. എങ്കിലും ഇപ്പോൾ അത് അവരുടെ മാത്രം കാര്യമല്ല. അല്ലെങ്കിലും അവരുടെ പ്രശ്നം നമ്മുടെയും പ്രശ്നമാണല്ലോ. അവർ നമ്മുടെ കുട്ടികളല്ലേ? അതെ, തീർച്ചയായും, രാമൻ മേനോൻ സമ്മതിച്ചു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മൾ ചേർന്നുള്ള നിശ്ചയം തിരുത്തുമ്പോൾ അത് ഞങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അതുകൊണ്ടാണല്ലോ അറിയിച്ചത്. അങ്ങനെ അറിയിച്ചാൽ മതിയോ? കല്യാണിക്ക് മറ്റൊരു വിവാഹം നിശ്ചയിക്കാൻ പോവുകയാണെന്നാണ് അങ്കിൾ അന്ന് പറഞ്ഞത്. അത് അറിയിക്കും മുൻപേ എന്റെ ചിന്തുവിനെ കല്യാണിക്കും കുടുംബക്കാർക്കും വേണ്ടതായതിന്റെ കാരണം അറിയിക്കേണ്ടതല്ലേ? അവർ തന്നെ നിശ്ചയിച്ചു. അവർ തന്നെ ആ നിശ്ചയം തിരുത്തുകയും ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ മതി. കല്യാണി തിരുത്തിയിരിക്കാം, എന്നാൽ ചിന്തു തിരുത്തിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ എങ്ങനെയാണ് കല്യാണം നിശ്ചയിച്ചത് എന്നറിയില്ലേ? ഒരാൾ ആഗ്രഹിച്ചു, മറ്റേയാൾ അത് സമ്മതിച്ചു. അതുപോലെ ഇക്കാര്യവും ഒരാൾ ആഗ്രഹിച്ചു, മറ്റേയാൾ സമ്മതിക്കല്ലേ തരമുള്ളൂ. മറ്റേയാൾക്ക് സമ്മതമല്ലെങ്കിൽ കല്യാണിക്ക് ചിന്തുവിനെ വേണ്ട എങ്കിൽ പിന്നെ അയാൾ നിർബന്ധം പിടിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഭർത്താവിനെയോ ഭർത്താവാകാൻ പോകുന്നവനെയോ പെട്ടെന്നൊരു നിമിഷം കാരണമില്ലാതെ സ്ത്രീക്ക് വേണ്ടാതാവുകയാണെങ്കിൽ അത്തരമൊരുവളെ വേണ്ടെന്ന് വെക്കുന്നത് തന്നെയാ ഉചിതം. ഒരു പക്ഷേ ചിന്തുവിനത് കഴിയില്ലെങ്കിലും. രാമൻ മേനോന്റെ മുഖം ചുവന്നു. കാരണമില്ലാതെയല്ല സ്ത്രീക്ക് വേണ്ടാതായത്. ആദ്യം വേണ്ടാതായതും അവൾക്കല്ല. പിന്നെ ആദ്യം ചിന്തുവിനാണ് വേണ്ടാതായത്. ഞാനത് വിശ്വസിക്കില്ല. ചന്തു നിഷേധത്തിൽ മുഖമിളക്കി. ഞാൻ വിശ്വസിപ്പിച്ചു തരാം. രാമൻ മേനോൻ ആ കഥ പറയാൻ ആരംഭിച്ചു. മേനക ഉണ്ണിയുടെ കഥ. ആ പേര് കേട്ടതും ദയ ആശ്ചര്യത്തിൽ ഭർത്താവിനെ നോക്കി. ഒരിക്കൽ അത്താഴമേശയിൽ വെച്ച് ചിന്തു ഏതോ മേനകയെക്കുറിച്ച് അന്വേഷിച്ചത് അവൾ ഓർത്തു. ചന്തുവിനും ആ സംഭവം ഓർമ്മ വന്നു. ചന്തുവിന്റെയും ദയയുടെയും പ്രതികരണം ശ്രദ്ധിക്കാതെ രാമൻ മേനോൻ കഥ തുടർന്നു. തന്റെ അളിയനായ കേണൽ മേനോന്റെ റിപ്പോർട്ട് വരെ. കല്യാണി വിലക്കിയിരുന്നതാണ്. എന്നിട്ടും ചിന്തു അവളെ കാണാൻ പോയി. അവളോടൊപ്പം യാത്ര ചെയ്തു. ആദ്യമൊന്നും കല്യാണി ഈ വിവരം ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. ഒടുവിൽ കേണൽ വന്ന് പോയ ശേഷം ചോദിച്ചാണ് അവളിൽ നിന്ന് എല്ലാം ചോർത്തിയെടുത്തത്. ചന്തു മറുപടി പറയാതെ നിശബ്ദമിരുന്നു. ചിന്തു കല്യാണിയോട് വഞ്ചന കാട്ടിയെന്നത് ദയയ്ക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ലായിരുന്നു. ചിന്തുവിന് കല്യാണിയോടുള്ള സ്നേഹം അവൾക്ക് വ്യക്തമായി അറിയായിരുന്നു. കഴിഞ്ഞ ശിവരാത്രി നാൾ രാത്രി ചിന്തു എവിടെയായിരുന്നുവെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ. രാമൻ മേനോൻ ചന്തുവിനോടും ദയോടും പറഞ്ഞു. ദയ ഓർത്തു. ആ ശിവരാത്രി നാൾ എന്തോ സൂത്രം പറഞ്ഞ് ചിന്തു വൈകുന്നേരം തന്നെ പുറത്തു കടന്നിരുന്നു. തിരിച്ചെത്തിയത് നേരം പുലർന്ന ശേഷമാണ്. ദയ വീണ്ടും ചന്തുവിനെ നോക്കി. ചന്തു സാവധാനം എഴുന്നേറ്റു. അപ്പോ കല്യാണിക്ക് മറ്റൊരു കല്യാണം തീരുമാനമാവുകയാണ്. അതെ, എങ്കിലും നമ്മൾ തമ്മിലുള്ള സ്നേഹവും സൗഹൃദവും ഒക്കെ പഴയപടി തന്നെ തുടരും. രാമൻ മേനോന്റെ മുഖത്ത് വീണ്ടും പുഞ്ചിരി പ്രകടമായി. ചിന്തു അങ്ങനെയൊരു തെറ്റ് ചെയ്തുവെന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും ഒരു തവണത്തേക്ക് കല്യാണി മാപ്പ് കൊടുക്കേണ്ടതല്ലേ? ദയ ചോദിച്ചു.
കാപ്പിയും പലഹാരങ്ങളും മേശയിൽ നിർത്തിക്കൊണ്ടിരുന്ന കല്യാണിയുടെ അമ്മയാണ് മറുപടി നൽകിയത്. ചന്തു അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ ദയ മാപ്പ് കൊടുക്കുമോ? ഒരു തവണത്തേക്കൊക്കെ തീർച്ചയായും. ദയാണ് ചെയ്യുന്നെങ്കിൽ ചന്തുവോ? ചന്തു മറുപടി പറഞ്ഞില്ല. നമുക്കിറങ്ങാം. ചന്തു നട്ടുവിനെ എടുത്തു കഴിഞ്ഞു. കാപ്പി കഴിച്ചില്ല. മേനോൻ ഓർമ്മിപ്പിച്ചു. കാപ്പിയല്ല, സദ്യയാണല്ലോ കഴിക്കാൻ പോകുന്നത്. ഞങ്ങൾ വരാം, ഒരു ക്ഷണക്കത്തയക്കുമെങ്കിൽ. രാമൻമോഹനുടെയും ഭാര്യയുടെയും മുഖങ്ങൾ ഒരേ നിമിഷം വിളറി. വൈകുന്നേരം സ്റ്റേഷനിൽ നിന്നെത്തിയ ചിന്തു ഏട്ടന്റെ അടുത്തെത്തി. ഏട്ടൻ ഇന്ന് അവിടെ പോയിരുന്നുവോ? ഉവ്. ഘനത്തിൽ ചന്തു മറുപടി നൽകി. അവർ എന്തു പറഞ്ഞു? അവർ പറഞ്ഞ കാര്യം ഇന്നലെ തന്നെ ഞാൻ നിന്നെ അറിയിച്ചിരുന്നല്ലോ. അത് ഞാൻ സമ്മതിക്കില്ല. ഒരു ഭ്രാന്തന്റെ വികാരാവേശത്തോടെയായിരുന്നു ചിന്തു പറഞ്ഞത്. എന്ത് സമ്മതിക്കില്ലെന്നാ? കല്യാണി മറ്റൊരുത്തന്റെയാവാൻ. അവൾക്കത് സമ്മതമാണെങ്കിലോ? ഇല്ല. ചിന്തു പൊട്ടിത്തെറിച്ചു. അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിനക്ക് അത് വലുതല്ലായിരിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലുതാണ്. എങ്കിൽ വലിയ തെറ്റ് ഞാൻ ചെയ്യാൻ പോകുന്നതേയുള്ളൂ. എന്താ അത്? ഈ കല്യാണം നടത്തില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചിന്തു പല്ല് നെരിച്ചു. ചിന്തു. ചന്തുവിന്റെ ഒച്ച ഉയർന്നു. ആ കൈത്തലം ചിന്തുവിന്റെ കവിളിൽ വീണു. ചന്തുവേട്ടാ. ദേ ഓടിയെത്തി ചന്തുവിന്റെ കയ്യിൽ പിടിച്ചു. എന്താ ഭ്രാന്ത് പിടിച്ചോ? അവൾ ചന്തുവിനെ പിടിച്ചു മാറ്റി ചിന്തുവിന്റെ അരികിൽ നിന്ന് മാറ്റി നിർത്തി. പിന്നെ ചിന്തുവിനോട് കൽപ്പിച്ചു, ചിന്തുട്ടം പോ, അപ്പുറത്തേക്കങ്ങ് പോ. അടിയേറ്റ കവിളിൽ കൈത്തലം അമർത്തിപ്പിടിച്ച് ചിന്തു അല്പനേരം നിശ്ചലം നിന്നു. പിന്നെ തിരിഞ്ഞു നടന്നു. കഷ്ടമുണ്ട്, ദയ ചന്തുവിനോട് പറഞ്ഞു. പാവമാനവൻ ആകെ തകർന്ന അവസ്ഥയിലാ. ഈ കൂട്ടത്തിൽ ചന്തുവേട്ടന്റെ വകയും. ഈ സന്ദർഭത്തിൽ ചിന്തുവിനെ ആശ്വസിപ്പിക്കേണ്ടവരല്ലേ നമ്മൾ. എന്ത് സങ്കടമുണ്ടാവും അവന്? എന്ത് സങ്കടം? അവൻ പറഞ്ഞത് കേട്ടില്ലേ നീ? ചിലപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വരും. ചിന്തുവിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക്. അവന്റെ സ്വന്തം ഓർത്തിരുന്ന പെണ്ണിന് വേറെ കല്യാണം നടക്കാൻ പോവെന്നറിഞ്ഞാൽ അവന് സഹിക്കോ? സഹിക്കണം. അവന് വേറെ പെണ്ണില്ലേ? അതറിഞ്ഞോണ്ടല്ലേ അവര് മാറിയത്. അവന് വേറെ ഏതു പെണ്ണ്? എനിക്കെങ്ങനെ അറിയാ? മേനക, രംഭ, തിരോത്തമ എന്നൊക്കെ കേൾക്കുന്നു. അതൊക്കെ സത്യമാണെന്നില്ലല്ലോ. ആ കേണൽ കണ്ടു എന്നല്ലേ പറഞ്ഞത്. ഇപ്പോ ഇതാ വലിയ കാര്യം. അവൾക്ക് അവന്റെ രീതി ഇഷ്ടായില്ല. അവൾ വേണ്ടാന്ന് പറഞ്ഞു. അതിനുള്ള സ്വാതന്ത്ര്യവും അവൾക്കുണ്ട്. ചന്തുവേട്ടൻ അല്ലെങ്കിലും ഇങ്ങനെയാ. ഏതായാലും അവരെ ഞാൻ എങ്ങനെ തോന്നിയ വഴിക്ക് വിടാൻ തീരുമാനിച്ചിട്ടില്ല. ആരാണീ പുതിയ അപ്സരസ് എന്നൊന്നറിയട്ടെ. അവർ സംസാരിച്ചു നിൽക്കെ ചിന്തു ബൈക്കുമെടുത്ത് പുറത്തു കടന്നു. പല പ്രാവശ്യം കല്യാണിയുടെ വീടിന് മുന്നിലൂടെ ഭ്രാന്ത വേഗത്തിൽ വണ്ടി ഓടിച്ചു കടന്നുപോയി. കല്യാണി എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അത് സംഭവിച്ചത്. അവളുടെ കല്യാണം നിശ്ചയിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണണം. കല്യാണി ചിന്തുവിന്റെയും ചിന്തു കല്യാണിയുടെയുമാണെന്ന് ഉറപ്പിച്ചിരുന്നു. ചിന്തുവിന്റെ അതേ മാനസികാവസ്ഥയിലായിരുന്നു കല്യാണിയും. മറ്റൊരു കല്യാണം നിശ്ചയിക്കാൻ പോവുകയാണെന്നും ചിന്തു തനിക്ക് അന്യനാവുകയെന്നും അവൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് ചിന്തുവിനോടുള്ള സർവ്വ പിണക്കവും മാറി. ചിന്തുവിനെ ഉപേക്ഷിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് കല്യാണിക്ക് തീർച്ചയായി. പക്ഷേ സംഗതി ഇപ്പോൾ തന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. ഇനി അച്ഛൻ തീരുമാനിക്കണം. ഇപ്പോൾ പക അച്ഛനാണ്. കേണൽ മാമൻ കൂട്ടിക്കൊണ്ടുവന്ന ജയദേവൻ എന്ന കോളേജ് ലെക്ചററുമായി അച്ഛൻ തന്റെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുക തന്നെയാണ്. ചിന്തുവിനെ ഒന്ന് നേരിൽ കാണേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. പിറ്റേന്ന് ആഴ്ചപ്പതിപ്പിന്റെ ഓഫീസിലേക്ക് പുറപ്പെട്ട കല്യാണി ബൈക്കിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. ചിന്തു തന്നെ. ഗൗരവത്തിലാണ് ആൾ. എന്നെ തനിച്ചാക്കിയിട്ട് നീ മാത്രം രക്ഷപ്പെടണ്ട. പകയോടെ ചിന്തു മുരണ്ടു. കല്യാണി ഭയന്ന് ചിന്തു ബൈക്ക് അവളുടെ മുന്നിൽ കയറ്റി വഴി വിലങ്ങി നിർത്തി. ഏതായാലും നമ്മൾ പിരിയുകയാണ്. ആ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് കേട്ടേ മതിയാവൂ. അല്ലാതെ നീ എങ്ങും പോവില്ല, ചിന്തു പറഞ്ഞു. അപ്പോഴേക്കും ചന്തയിൽ പോകുന്ന ഒരു വൃദ്ധ അവൾക്കരികിലെത്തി. അവർ ആ രംഗം കണ്ട് പരിഭ്രാന്തിയായി. ഇങ്ങ് മാറുന്നില്ലടി. പരിസരം മറന്നു ചിന്തു കല്യാണിയോട് ആവശ്യപ്പെട്ടു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അയ്യോ, ഓടി വരണേ, വൃദ്ധ ഉച്ചത്തിൽ നിലവിളിച്ചു. ഈ പെങ്കൊച്ചിനെ ഒരുത്തൻ വണ്ടി കയറ്റി കൊല്ലാൻ ഒരുങ്ങുന്നേ. ചിന്തു സ്തബ്ധനായി. അങ്ങനെ ഒരു അപകടം അവൻ പ്രതീക്ഷിച്ചതേയില്ല. കൊല്ലുമെന്ന് പറഞ്ഞെങ്കിലും കൊല്ലാനല്ല, ഒറ്റയ്ക്ക് കണ്ട് തന്നെ സങ്കടം പറയാനാണ് അവൻ എത്തിയത്. എന്നിട്ട് നിമിഷ നേരം കൊണ്ട് വഴിയുടെ ഇരുവശത്തും താമസിക്കുന്ന 10-15ഓളം ആളുകൾ ഓടിയെത്തി. അവർ ചിന്തുവിനെ കണ്ടു. സബ് ഇൻസ്പെക്ടർ ചിന്തു പ്രസാദിനെ, കല്യാണിയെയും. അവർ ഒരുമിച്ച് ബൈക്കിൽ പറന്നു പോകുന്നത് കണ്ടിട്ടുള്ളവരായിരുന്നു ഓടി വന്നവരിൽ പലരും. ആളുകൾ സ്തംഭിച്ചു നിൽക്കെ ചിന്തു ബൈക്ക് തിരിച്ചോടിച്ചകന്നു. എല്ലാവരും വിവരം തിരിക്കിയത് കല്യാണിയോടാണ്. സങ്കടത്താലും അപമാനത്താലും അവൾ കരഞ്ഞുപോയി. ഓഫീസിൽ പോകാതെ അവൾ വീട്ടിലേക്ക് തിരിച്ചുപോയി.
അവൾ വീട്ടിലെത്തുന്നതിന് മുമ്പേ സംഭവം വീട്ടിലറിഞ്ഞിരുന്നു. കല്യാണിയെ ചിന്തു ബൈക്ക് കയറ്റിക്കൊല്ലാൻ ശ്രമിച്ചുവെന്ന്. കല്യാണിയുടെ അച്ഛനും അമ്മയും മകളെ കാത്തു നിൽക്കുകയായിരുന്നു. കല്യാണി എത്തിയതും രാമൻ മേനോൻ ചന്തുപ്രസാദിന്റെ നമ്പർ ഡയൽ ചെയ്തു. ചന്തുവിന് അത് നടക്കുന്ന വാർത്തയായിരുന്നു. അന്ന് വളരെ വൈകിയാണ് ചിന്തു വീട്ടിലെത്തിയത്. ഏട്ടൻ അവനെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ 3 ആഴ്ചത്തേക്ക് അവധി എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ടൂർ. ഞാനും നീയും ദയയും നട്ടുവും, ചന്തു പറഞ്ഞു. ഞാനോ? ചിന്തുവിന് അത്ഭുതം. അതെ, നാളെ തന്നെ നീയും അവധിയെടുക്കുന്നു. ഈ സമയത്തോ? ഈ സമയത്ത് തന്നെ വേണം. കുറച്ചു ദിവസങ്ങളിലേക്ക് നീ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. എന്റെ അനുജനൊരു കൊലപാതകിയോ ഭ്രാന്തനോ ആവുന്നത് എനിക്ക് സങ്കല്പിക്കാനേ വയ്യ. ചിന്തുവിന് മറുപടിയില്ലായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ചില ക്ഷേത്രങ്ങളിലൂടെയാണ് അവർക്കറിഞ്ഞത്. മടങ്ങിയെത്തിയപ്പോഴാണ് അവർ അറിഞ്ഞത്. ദൗർഭാഗ്യത്തിന് ഒരു ദിവസം നേരത്തെയാണ് തങ്ങൾ എത്തിയതെന്ന്. കാരണം കല്യാണിയുടെ വിവാഹം പിറ്റേന്നായിരുന്നു. കഷ്ടം, നമ്മളൊരു ദിവസം നേരത്തെയായി. ചന്തു ദയോട് പറഞ്ഞു. വേദന അറിയിക്കാതെ ഏട്ടൻ എന്റെ കഴുത്തറക്കുകയായിരുന്നു അല്ലേ ഈ ടൂറിലൂടെ? അതേ കുട്ട, ചന്തു സമ്മതിച്ചു. ചിന്തു ഏട്ടനെ തറപ്പിച്ച് ഒന്ന് നോക്കി. പിന്നെ തിരിഞ്ഞ് മുറിവിട്ടു പോയി. നഗരത്തിലെ പ്രസിദ്ധമായ ഒരു ഹാളിൽ വെച്ചാണ് കല്യാണം നടക്കാൻ പോകുന്നത്. ആ ഹാളിന് മുന്നിലൂടെയും കല്യാണിയുടെ വീടിന് മുന്നിലൂടെയും ചിന്തു പല പ്രാവശ്യം ബൈക്കിൽ പാഞ്ഞുപോയി. ഏത് നിമിഷവും കല്യാണിയുടെ മനസ്സ് മാറിയേക്കാമെന്ന് ചിന്തു പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. കല്ലു തനിക്ക് നഷ്ടമായി. അവൾ അന്യന്റേതായി. ഇനി അവൾ മിസസ് ജയദേവൻ. വൈകുന്നേരമായതോടെ ചിന്തുവിന്റെ നെഞ്ചിൽ കല്യാണിയുടെ ആദ്യ രാത്രിയെക്കുറിച്ചുള്ള ഓർമ്മ തീ പടർത്താൻ തുടങ്ങി. കല്യാണി മറ്റൊരുവിന്റെ കലകലവത്തിനുള്ളിൽ. ചിന്തുവിന് അത് ഓർക്കാൻ വയ്യ. പട്ടി വിരിച്ച് കിടക്കയിൽ കല്യാണിയും ജയദേവനും. പെട്ടെന്നാണ് മേനക അവന്റെ മനസ്സിലേക്ക് ഓർമ്മയിലെത്തിയത്. കല്യാണി നഷ്ടപ്പെടുമോ എന്ന സംശയം തോന്നിയ ആദ്യ നിമിഷം തന്നെ മേനകയെ ഹൃദയത്തിൽ നിന്ന് ഒഴിവായതാണ്. എന്നാൽ ഈ നിമിഷങ്ങളിൽ മേനകയുടെ സാന്നിധ്യം അത്യാവശ്യമായിരിക്കുന്നു. കല്യാണിയെ മാർക്കണമെങ്കിൽ മേനകയെങ്കിലും അടുത്തുണ്ടായാലേ പറ്റൂ. മേനകയ്ക്ക് കല്യാണിയുടെ പകരക്കാരിയാവാൻ സാധിക്കുമോ? തോന്നുന്നില്ല. എന്നിട്ടും 5 മണി കഴിഞ്ഞപ്പോൾ ചിന്തു ബൈക്കും എടുത്ത് ഗോപാലപുരത്തിന് പുറപ്പെട്ടു. ഈ ദുരന്തത്തിന് കാരണക്കാരി മേനക ഉണ്ണിയാണ്. പക പോക്കാൻ അവളെ പിച്ചിക്കരി നശിപ്പിച്ചാലോ? പക്ഷെ തനിക്ക് അതിനാകുമോ? ആവുമായിരുന്നെങ്കിൽ കല്യാണിയെ പുല്ലുപോലും അവഗണിക്കാനും തനിക്ക് കഴിയുമായിരുന്നല്ലോ. കല്ലു, സത്യത്തിൽ പ്രതികാരം ചെയ്യേണ്ടത് നിന്നോടാണ്. ചിന്തു വിചാരിച്ചാൽ അത് സാധിക്കും. പക്ഷേ നിന്നെ നശിപ്പിക്കാൻ ചിന്തുവിനാവില്ല. നീ എന്നെ നശിപ്പിച്ചുവെങ്കിലും. ചിന്ത അത്രയും എത്തിയപ്പോഴേക്ക് വണ്ടി താനേ നിന്നു. പിന്നീട് എത്ര ശ്രമിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അധികം അകലെയല്ലാത്ത ഒരു വർക്ക്ഷോപ്പുള്ള കാര്യം ചിന്തുവിനറിയാമായിരുന്നു. ഒരു വിധത്തിൽ ഉന്തിയുരുട്ടി വണ്ടി അവിടെ എത്തിച്ചു. സംഗതി ശരിയായി കിട്ടാൻ കുറെ സമയമെടുത്തു. ഒടുവിൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോഴേക്കും സന്ധ്യയും മഴയും ഒരുമിച്ചെത്തി. മഴ പ്രതീക്ഷിക്കാതിരുന്നതിനാൽ റെയിൻകോട്ട് എടുത്തിരുന്നില്ല. കോരിച്ചൊരിയുന്ന മഴയിൽ നനഞ്ഞു കുതിർന്നാണ് ചിന്തു ഗോപാലപുരത്തെത്തിയത്. വൈദ്യുതി നിലച്ചതിനാൽ ഗോപാലപുരം മൊത്തം ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. വൈകുണ്ഠം കൊട്ടാരത്തിന്റെ ഗേറ്റിലെത്തിയപ്പോൾ ഗേറ്റ് അകത്തു നിന്ന് പൂട്ടിയിരിക്കുന്നതായി കണ്ടു. ബൈക്ക് പുറത്തുവെച്ച ശേഷം ചിന്തു ഉയരമുള്ള ഗേറ്റിൽ പിടിച്ചു കയറി അകത്തേക്ക് ചാടി. കൊട്ടാരം ഇരുട്ടിൽ ഉറങ്ങിക്കിടക്കുകയാണ്. അതിനുള്ളിൽ ആൾപ്പാർപ്പുണ്ടെന്ന് തോന്നുകയേയില്ല. മഴ അപ്പോഴും ശമിച്ചിരുന്നില്ല. ഇടയ്ക്കിടെ കൊള്ളിയാൻ മിന്നുന്നുമുണ്ട്. ചിന്തു കൊട്ടാരത്തിന്റെ പൂമുഖ വാതിൽക്കലെത്തി. മെല്ലെ കതകിൽ തട്ടിയിട്ട് ചിന്തു കാത്തുനിന്നു. കുറച്ചുനേരം നിന്നിട്ടും അനക്കമൊന്നും കേട്ടില്ല. ചിന്തുവിന്റെ ക്ഷമ നശിച്ചു. അവൻ ഒരിക്കൽ കൂടി കതകിൽ ആഞ്ഞു തട്ടി. പെട്ടെന്ന് മുൻവശത്തെ ഒരു ജാലകം തുറക്കപ്പെട്ടു. ചെറിയൊരു കൊടിവിളക്കിനൊപ്പം മേനകയുടെ മുഖം. മുടി അഴിഞ്ഞ് മുഖത്തിനു ചുറ്റും ചിതറിക്കിടക്കുന്നു. ആരാ അത്? ജാലകത്തിന്റെ അഴികളിലൂടെ പുറത്തേക്ക് നീളുന്ന കൊടിവിളക്കിന്റെ വെട്ടത്തിലേക്ക് ചിന്തു നീങ്ങി നിന്നു. ചിന്തു? മേനകയുടെ ചുണ്ടുകൾ വിറച്ചു. അതെ. ഇനിയില്ല എന്ന് പറഞ്ഞല്ലേ അന്ന് പോയത്? അതെ. പിന്നെന്തേ ഈ രാത്രിയിൽ വന്നു? ചിന്തുവിന്റെ സ്വരമിടറി. മേനകയുടെ മുഖത്ത് നേരിയ അമ്പരപ്പ് വ്യാപിച്ചു. ഒരു നിമിഷം മേനക അതേ നിൽപ്പ് നിന്നു. തുടർന്ന് ജാലകത്തിൽ നിന്ന് ആ മുഖം അപ്രത്യക്ഷമായി. പൂമുഖവാതിൽ തുറക്കപ്പെട്ടു. മുന്നിൽ മേനക. വളരെ ലോലമായ ഒരു നിശാവസ്ത്രമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. ആ അംഗോപാംഗങ്ങളുടെ രൂപരേഖ വ്യക്തമാക്കുന്ന വസ്ത്രവിശേഷം. ചിന്തുവിന് വിസ്മയവും കിതപ്പും അനുഭവപ്പെട്ടു. എന്തേ ചിന്തു? മേനക ചോദിച്ചു. പെട്ടെന്ന് ചിന്തുവിന്റെ മുഖം കുനിഞ്ഞു. കിതപ്പ് വർദ്ധിച്ചു. പറയൂ. മേനക കുറച്ചുകൂടി ചിന്തുവിന്റെ അരികിലെത്തി. ആ പെൺകുട്ടി, ചിന്തുവിന്റെ പ്രതിശ്രുത വധു, അവൾക്ക് വല്ല തെറ്റിദ്ധാരണയും? ഇന്ന് അവളുടെ വിവാഹമായിരുന്നു.
വളരെ സാധാരണ മട്ടിലാണ് അവൻ പറഞ്ഞത്. മേനകയിൽ വല്ലാത്തൊരു നടുക്കമാണ് ഉണ്ടായത്. ആ മുഖം വിളറി വെളുത്തു. അവളെ എന്നിൽ നിന്ന് അടർത്തി എറിഞ്ഞത് നിങ്ങളാണ്, നീ. ചിന്തു മേനകയുടെ നേർക്ക് വിരൽ ചൂണ്ടി. വളരെ പൊടുന്നനെയാണ് അവന്റെ ഭാവം മാറിയത്. ആ ആലുവ യാത്ര നിങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ചത്, എന്നെ നശിപ്പിക്കാൻ, എന്നെ ഒറ്റപ്പെടുത്താൻ, നിങ്ങളുടെ രഹസ്യങ്ങൾ ചികിഞ്ഞെടുക്കാൻ ഞാൻ ഒരുങ്ങിയതിനുള്ള ശിക്ഷ. ചിന്തു, മേനക വിളിച്ചു. തികച്ചും ദയനീയമായിരുന്നു ആ മുഖം. അഭിനയിക്കേണ്ട, ഒന്നും അറിഞ്ഞില്ല എന്ന് ഭാവിക്കേണ്ട. എല്ലാം മുൻകൂട്ടി അറിയാൻ കഴിയുന്നവളല്ലേ. എന്റെ കല്ലുവിന്റെ കല്യാണക്കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞില്ലെന്നോ? ചിന്തു, കരയും പോലെയായിരുന്നു മേനകയുടെ സ്വരം. എന്നെ ഒരു മനുഷ്യ സ്ത്രീയായി കരുതൂ. ആ വർഗത്തിൽ ഏറ്റവും മോശക്കാരിയായിട്ടാലും മതി. മനുഷ്യ സ്ത്രീയോ? നീയോ? ചിന്തു പല്ല് നെരിച്ചു. പിശാചിനിയാണ് നീ. ആ അർത്ഥത്തിൽ തന്നെ നിന്നോട് പകപോക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കഷ്ടം. ചിന്തുവിനോട് എനിക്ക് സാതാപമാണ് തോന്നുന്നത്. എന്നോട് പകപോക്കാൻ ഏതെങ്കിലും മന്ത്രവാദിയെ കാണാനാവുമല്ലോ ഒരുക്കം. മന്ത്രവാദിയെ വേണ്ട എനിക്ക്, ഞാൻ മതി. യക്ഷിയായാലും സ്ത്രീയല്ലേ. ആ സ്ത്രീയോട് പകപോക്കാൻ പുരുഷന് മറ്റായുധങ്ങളൊന്നും വേണ്ട. പറഞ്ഞതും ചിന്തു മേനകയെ കടന്നു പിടിച്ചു. അവളുടെ കയ്യിലെ കോൽവിളക്ക് താഴെ വീണഴിഞ്ഞു. എനിക്ക് നിന്നെ വേണം, ഈ ഒരു രാത്രിയിലേക്കെങ്കിലും. എന്റെ കല്ലുവിന്റെ ആദ്യ രാത്രിയാണിത്. എനിക്ക് ആ സങ്കടം മറക്കണം. നിന്നോട് മാത്രമല്ല, അവളോടും എനിക്ക് പകപോക്കണം. ചിന്തു കരയുകയായിരുന്നു. ചിന്തു. മേനക അവനെ തള്ളി മാറ്റി. അവന്റെ ഇരു കവിളുകളിലും ഇരു കൈകളും കൊണ്ട് മാറി മാറി അടച്ചു. നായ്ക്കുട്ടി, ഞാൻ ആരാണെന്ന് നീ വിചാരിച്ചു? നിനക്കൊക്കെ തലയിടാനുള്ള കുപ്പത്തൊട്ടിയാണെന്നോ? അവനെ തള്ളി വാതിലിന് വെളിയിലാക്കി. മേനക തന്റെ പൂമുഖ വാതിൽക്കൽ ആഞ്ഞടിച്ചു. ഇരുട്ടിൽ മഴയിൽ ചിന്തു മുറ്റത്തെ തുളസിത്തറയിൽ ചാരി കൈകെട്ടി നിന്നു. മേനകയുടെ പൂമുഖ വാതിൽക്കൽ ചവിട്ടിത്തർക്കാൻ കഴിയാതെയല്ല, ഈ വൈകുണ്ഠം കൊട്ടാരത്തിന് തീവയ്ക്കാൻ സാധിക്കാതെയുമല്ല. നെഞ്ചിനുള്ളിൽ വെണ്ണപോലെ ഒന്ന് ഉരുകിയൊലിക്കുന്നു. വൈരമല്ല, സങ്കടമാണ് മനസ്സ് നിറയെ. കല്യാണി എത്ര വട്ടം പറഞ്ഞിരിക്കുന്നു. പൂവ് പോലൊരു മനസ്സാണ് എന്റെ ചിന്തുവിൻ്റെത്. ഉറുമ്പിനെ പോലെ നോവിക്കാൻ മടക്കുന്ന മനസ്സ്. പോലീസ് യൂണിഫോമിന് ഇത് ചേരുകയില്ലായിരിക്കും. പക്ഷേ എനിക്കിത് വേണം. ഒരു പോരൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ ഈ പനിനീർമരലിനെ എന്റെ പൂജാമുറിയിൽ സൂക്ഷിക്കും. എന്നിട്ട് അതേ കല്യാണി ആ പൂവ് കാൽമടമ്പ് കൊണ്ട് ചവിട്ടി അരച്ച് കടന്നുപോയി. മേനകയും പറഞ്ഞിട്ടുണ്ട്, ചിന്തു നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. എന്നാൽ ഇപ്പോൾ എല്ലാവരും ചിന്തുവിനെ പുറത്തെറിഞ്ഞിരിക്കുന്നു. അമ്മ പുറത്താക്കിയ ഒരു ചെറിയ കുട്ടിയുടെ വാശിയിലും പിണക്കത്തിലുമായിരുന്നു അവൻ. പെട്ടെന്നാണ് പൂമുഖ വാതിൽക്കൽ തുറക്കപ്പെട്ടത്. മേനക എത്തിയെന്ന് ചിന്തുവിന് മനസ്സിലായി. അവൻ തിരിഞ്ഞു നോക്കിയില്ല. ശരീരത്തിന്റെ വിറയൽ വർദ്ധിച്ചു. പിന്നിൽ കാലച്ച നനഞ്ഞ മണ്ണിൽ കുലസണിഞ്ഞ പാദങ്ങൾ അമരുന്നു. പിന്നെ അത് നിലച്ചു. ചിന്തുവിന്റെ ചുമലിൽ ഒരു സ്പർശം. ചിന്തൂട്ടാ, ഒരു മന്ത്രണം. എവിടെയോ ആ സ്വരം തൊട്ടു. ചിന്തു ഞെട്ടിത്തിരിഞ്ഞു. ഒരു നിമിഷം മേനകയെ വാരി നെഞ്ചോട് ചേർത്ത് പോകുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവൻ നിയന്ത്രിച്ചു. തൊട്ടു തൊട്ടില്ല എന്ന പോലെയാണ് മേനക നിൽക്കുന്നത്. ആ ശരീരത്തിൽ നിന്ന് ചന്ദനത്തിന്റെയോ പനിനീരിന്റെയോ ഒക്കെ ഗന്ധം പ്രവഹിക്കുന്നു. എന്നിട്ടും മേനക യക്ഷിയോ പ്രേതമോ മന്ത്രവാദിനിയോ ഒന്നുമാണെന്ന് ചിന്തുവിന് തോന്നിയില്ല. ആ രാത്രി വസ്ത്രം നനഞ്ഞ് ദേഹത്തോട് ഒട്ടിക്കിടക്കുകയാണ്. പിന്നിൽ അഴിഞ്ഞ് പരന്നു കിടക്കുന്ന ചുരുൾമുടിയിൽ മഴത്തുള്ളികൾ തടഞ്ഞു നിൽക്കുന്നു. പിന്നെ സാവധാനം ഇറ്റിറ്റ് വീഴുന്നു. വരൂ. മേനക ചിന്തുവിന്റെ കയ്യിൽ പിടിച്ചു. അവർ അകത്തേക്ക് നടന്നു. ഏതോ വശീകരണ മന്ത്രത്തിന് അധീനയായതുപോലെ. തൊട്ടുപുറകെ ചിന്തുവും. ഹാളിൽ കിടന്നതും മേനക കൈവിട്ടു. തൂക്കിവിളക്കിൽ എണ്ണത്തിരി കത്തുന്നുണ്ട്. കൂടാതെ വീട്ടിമെഷീൽ സ്റ്റാൻഡിൽ മെഴുകുതിരിയും എരിയുന്നു. ഒരു വിചിത്ര സ്വപ്നത്തിൽ എത്തിപ്പെട്ടതുപോലെ ചിന്തുവിന് തോന്നി. മേനക അലിഞ്ഞിരിക്കുന്നു. അലിവില്ലാത്തവൾ കല്യാണിയാണ്. ഒരു നിമിഷം മേനക പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് ഓടി. മടങ്ങി വന്നത് ഒരു സ്റ്റീൽ തട്ടത്തിൽ മടക്കി വെച്ച കുറെ തുണികളുമായാണ്. മുകളിൽ മടക്കി വെച്ചിരുന്നത് ഒരു തോർത്തുമുണ്ടായിരുന്നു. അതെടുത്ത് ചിന്തുവിനെ നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു, തലതോർത്തിക്കൊള്ളൂ. അത് കഴിഞ്ഞ് ഈറം മാറ്റാം. നനഞ്ഞ തുണിയൊക്കെ ഇവിടെ തന്നെ ഇട്ടോളൂ. മടങ്ങാറാവുമ്പോഴേക്കും അത് ഉണക്കി ഇസ്തിരി ചെയ്ത് തന്നോളാം. ചിന്തു തോർത്ത് വാങ്ങി. മേനക അപ്പോഴും നനഞ്ഞ രാത്രി വസ്ത്രത്തിലായിരുന്നു. ചിന്തുവിന്റെ നോട്ടം അവിടേക്ക് പാറിച്ചെന്നതും മേനക പുഞ്ചിരിച്ചു. ഞാനും ഇതൊന്ന് മാറ്റിയിട്ട് വരാം. അവൾ വീണ്ടും മുകളിലേക്ക് പോയി. തല തോർത്തു മുൻപേ ചിന്തു ആ തോർത്തുമുണ്ട് ഒന്ന് വാസനിച്ചു നോക്കി. കൈനാരിപ്പൂവിന്റേതുപോലെ ഒരുതരം സുഗന്ധം. വൃത്തിയായി അലക്കി പെട്ടിയിൽ സൂക്ഷിച്ചിരുന്നതാവണം. വേഷം മാറ്റാൻ ഒരു കസവും മുണ്ടും വേഷ്ടിയുമാണ് വെച്ചിരുന്നത്. വേഷ്ടി പുതച്ചുകൊണ്ട് മെഴുകുതിരി വെച്ചിരിക്കുന്നതിനരികിലായി ചുവരിൽ പിടിപ്പിച്ചിരുന്ന കണ്ണാടിക്ക് മുന്നിലെത്തി ചിന്തു.
ആ വേഷം തനിക്ക് നന്നായി ഇണങ്ങുന്നുവെന്ന് ചിന്തുവിന് തോന്നി. അപ്പോൾ സ്റ്റെയർകേസിൽ പാദശബ്ദം കേട്ടു. ചിന്തു തിരിഞ്ഞു നോക്കി. മേനകയും ഈറൻ മാറ്റിയിരിക്കുന്നു. സാരിയാണ്. മുടി തുവർത്തി മുന്നോട്ടെടുത്തിട്ടിരിക്കുകയാണ്. ചിന്തു എപ്പോഴാണ് അവിടെ നിന്നും പോന്നത്? സന്ധ്യയായിട്ടുണ്ടാവും. അപ്പോ ഷാപ്പാട് കഴിച്ചിട്ടുണ്ടാവില്ല. സാരമില്ല, എനിക്ക് വേണ്ട. വേണമെന്ന് ഞാൻ നിർബന്ധിക്കില്ലല്ലോ. പക്ഷെ എനിക്ക് വേണം. മേശയ്ക്കരികിൽ വന്ന് എനിക്ക് തുണയിരുന്നുകൂടെ? ചിന്തു മറുപടി പറഞ്ഞില്ല. വരൂ. സ്റ്റെയർകേസിന്റെ പടികൾ കയറിയ ശേഷം അവൾ തിരിഞ്ഞു നോക്കി. അവനും പടികൾ കയറാൻ തുടങ്ങി. വളരെ വിശാലമായ ഉൺമുറിയായിരുന്നു അത്. വീട്ടിൽ തീർത്ത തിളങ്ങുന്ന തീന്മേശ. ചിന്തു ഇരിക്കൂ പറഞ്ഞിട്ട് മേനക വിളമ്പാൻ തുടങ്ങി. 3 മെഴുകുതിരികൾ ഭംഗിയുള്ള പിത്തള സ്റ്റാൻഡുകളിൽ കത്തി നിന്നു. തണുത്ത രാത്രിയിലെ മഴയിൽ നിന്ന് വരികയും നല്ല ചൂടുള്ള കഞ്ഞി കുടിക്കാം. എന്റെ മുത്തശ്ശന്റെ അത്താഴം അങ്ങനെയാണ്. തേങ്ങാ ചുട്ട ചമ്മന്തിയുണ്ട്, കടുമാങ്ങയുണ്ട്, പയറ് തോരനുമുണ്ട്, കനലിൽ ചുട്ടെടുത്ത പപ്പടമുണ്ട്. എന്തു പറയുന്നു? മേനക ആവി പറക്കുന്ന കഞ്ഞി പകർന്ന വെള്ളിക്കിണ്ണം അവന്റെ മുന്നിൽ വെച്ചു. പെട്ടെന്നാണ് അവർ ഇരുവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുറിയിലെ വൈദ്യുതി വിളക്കുകൾ തെളിഞ്ഞത്. മേനകയുടെ മുഖം പിളർന്നു. ആഹാ, സപ്ലൈ വന്നല്ലോ. ഇതൊരു നല്ല സൂചനയാണ്. മേനക ചിന്തുവിന്റെ അരികിലെ കസേരയിൽ വന്നിരുന്നു. മേശയുടെ അടിയിലൂടെ കൈനീട്ടി ചിന്തുവിന്റെ തുടയിൽ മൃദുവായി തട്ടി. ചിന്തു ആ കഞ്ഞി മുഴുവൻ കുടിക്കണം. ഊണുമുറിയിൽ നിന്ന് പുതിയൊരു ഉണർവോടെയാണ് ചിന്തു പുറത്തു വരുന്നത്. മേനകയോടൊപ്പം പടിക്കെട്ടുകൾ ഇറങ്ങി അവൻ താഴെ ഹാളിലെത്തി. ഇപ്പോൾ എന്തോ കൂടുതൽ സ്വാതന്ത്ര്യം. ഇന്ന് കല്യാണിയുടെ ആദ്യ രാത്രിയാണല്ലോ എന്ന അറിവ് അവന് താങ്ങാൻ പറ്റുന്ന ഒന്നായി തീർന്നിരിക്കുന്നു. ചൂടുള്ള കഞ്ഞിയാണോ മേനകയുടെ സ്പർശമാണോ തന്നെ മാറ്റി ചിന്തിപ്പിച്ചതെന്ന് അവന് തോന്നി. ഹാളിലെ ചുവരിൽ ഒരു ഹുക്കിൽ തൂക്കിയിട്ടിരുന്ന വയലിനും എടുത്തുകൊണ്ട് മേനക ചിന്തുവിന്റെ അരികിലെത്തി. കല്യാണിയുടെ ആദ്യ രാത്രിയാണിന്ന്. ചിന്തുവിന്റെ വിഷമം എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഞാൻ മൂലമാണ് ചിന്തുവിന് ഇങ്ങനെയൊരു നഷ്ടമുണ്ടായത്. എന്നെ ഒരു പകയുണ്ടാവും, അതും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കല്യാണി നഷ്ടപ്പെട്ട സങ്കടം മറ്റൊരു പെണ്ണിന്റെ ശരീരം കൊണ്ട് തീരുമെങ്കിൽ ചിന്തുവിനിതാ ഞാൻ. വയലിലൂടെ വെറുതെ ബോ ചലിപ്പിച്ചുകൊണ്ട് ചിന്തുവിനെതിരെ ചുവർ ചാരി മേനക നിന്നു. അവളുടെ നോട്ടം താഴെ വിരിച്ചിരുന്ന കാർപ്പറ്റിലായിരുന്നു. മേനകയുടെ നേരെ നോക്കാൻ പൊടുന്നതിനെ ചിന്തുവിന് പ്രയാസമുണ്ടായി. ഈ ശരീരത്തിന് വലിയ മഹത്വമൊന്നും ഞാൻ കൽപ്പിക്കുന്നില്ല, മേനക തുടർന്നു. എന്നാൽ എന്റെ സമ്മതമില്ലാതെ ഈ ദേഹത്ത് ഒന്ന് തൊടാൻ പോലും ഒരുത്തനും സാധിക്കില്ല. ഒരുത്തനും. പക്ഷേ ചിന്തുവിന് എന്റെ ശരീരം എങ്ങനെയും ഉപയോഗിക്കാം, ആ മനസ്സിന്റെ ഇച്ഛ പോലെ. പ്രതിഷേധത്തിന്റെ ഒരു ചെറുചലനം പോലും എന്നിൽ നിന്ന് ഉണ്ടാവില്ല. ചിന്തുവിന്റെ മുഖം താണുപോയി. ഞാൻ വിളമ്പിത്തന്ന ആവി പറക്കുന്ന കഞ്ഞിയുടെ മേന്മയൊന്നും എന്റെ ശരീരത്തിനില്ല. വെറുമൊരു മാംസച്ചുമട്, അർപ്പിക്കുന്ന ഒന്ന്. അതിനുള്ളിൽ ഞാനൊരു മനസ്സ് സൂക്ഷിക്കുന്നു. നീലക്കൊടുവേലി പോലെയോ അമൃതം പോലെയോ രത്നം പോലെയോ സവിശേഷമായ ഒന്നാണെന്നായിരുന്നു എന്റെ അഹങ്കാരം. പക്ഷേ അതൊരു പീറപ്പെട്ടിക്ക് പോലും വേണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞെടുത്തത് ഈ ചീഞ്ഞ മാംസം കണ്ടാണ്. അതെ, ചീഞ്ഞ മാംസം. ചിന്തുവിനറിയുമോ, എവിടേക്കോ എന്റെ ഉള്ളിൽ ചീഞ്ഞു നാറുന്നുണ്ട്. അതാരും അറിയാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ വിഷം കെട്ടുന്നത്, സുഗന്ധദ്രവ്യങ്ങൾ വാരിപ്പൂശുന്നത്. പെട്ടെന്ന് ചിന്തു മുഖമുയർത്തി മേനകയെ നോക്കി. മേനകയുടെ കവിളിൽ ചാലുകൾ, ചുണ്ടുകൾ വിരുമ്പിക്കോടുന്നു. ഞാൻ ആരാണ്? എന്താണ്? എന്തിനിങ്ങനെ ജീവിക്കുന്നു? ദില്ലിയിൽ നിന്ന് പാലക്കാട്ടുള്ള തറവാട്ടിലേക്ക്, പിന്നെ മംഗലാപുരത്തെ ക്ഷേത്രത്തിലെ സത്രത്തിൽ, തിരുമുൽപ്പാട് അമ്മാമ്മയുടെ തിരുനെല്ലിയിലെ തറവാട്ടിൽ, ഒടുവിലി ഗോപാലപുരത്ത്. എന്തിനായിരുന്നു ഈ ഓട്ടം? എനിക്ക് തന്നെ അറിയില്ല. ചിന്തെഴുന്നേറ്റ് മേനകയുടെ അരികിലെത്തി. മേനക സംസാരം നിർത്തിയ മട്ടിൽ വീണ്ടും വയലിനിലൂടെ ബോ ചലിപ്പിക്കാൻ തുടങ്ങി. ഇത്തവണ അവൾ ഒരു കീർത്തനമാണ് വായിച്ചത്. പഠിച്ചതാണ് അല്ലേ? ചിന്തു ചോദിച്ചു. കുറച്ച്. മേനക പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ദില്ലിയിൽ വെച്ചാണ് തുടക്കമിട്ടത്. അന്ന് വെസ്റ്റേൺ മ്യൂസിക്കിലായിരുന്നു കമ്പം. സ്കൂളിലും കോളേജിലുമൊക്കെ ഒന്ന് ഷൈൻ ചെയ്യുകയായിരുന്നു ഉദ്ദേശം. ദില്ലി വിട്ട ശേഷമാണ് കർണാട്ടിക്കിൽ പ്രാക്ടീസ് ചെയ്തത്. സംഗീതത്തിന് ദുഃഖങ്ങളെ തൊട്ടു തലോടി അലിയിക്കാൻ കഴിയുമെന്ന് പഠിച്ചത് അപ്പോഴാണ്. ദുഃഖങ്ങളോ? ചിന്തു വിസ്മയത്തിൽ ആ മുഖത്തേക്ക് നോക്കി. ഓ, നിങ്ങളുടെ എല്ലാം കാഴ്ചപ്പാടിൽ ഞാൻ മനുഷ്യസ്ത്രീ അല്ലല്ലോ, അല്ലേ? എന്നല്ല, ആ ദുഃഖങ്ങൾ അറിയാൻ എനിക്കും താല്പര്യമുണ്ട്. എനിക്കും ഒരാളുണ്ടായിരുന്നു ചിന്തു. സന്ദീപ് ചക്രവർത്തി, മെഡിക്കൽ കോളേജ്. അതെ, പക്ഷെ പൂർത്തിയാക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല. വൈ? അതാണ് കഥ. അതവിടെ നിൽക്കട്ടെ. ചിന്തുവിന് ഉറക്കം വന്നു തുടങ്ങിയിട്ടില്ലല്ലോ. ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങാനോ? എങ്കിൽ ഞാൻ 2-3 കീർത്തനം വായിക്കാം. എനിക്കിന്ന് നല്ല മൂടുണ്ട്. മേനക വയലിനുമായി സോഫയിൽ ചെന്നിരുന്നു. അവൾ ഒരു കീർത്തനം പൂർത്തിയാക്കും മുൻപേ ചിന്തു ഉറക്കം തൂങ്ങാൻ തുടങ്ങി. ചിന്തു, ഒരു കാര്യം ചെയ്തോളൂ, ഇവിടെ വന്നിരുന്നോളൂ. മേനക ക്ഷണിച്ചു.
കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ എന്റെ മടിയിൽ തലവെച്ച് കിടന്നോളൂ. നല്ല കുട്ടിയല്ലേ? ഒരു നല്ല കുട്ടിയെപ്പോലെ ചിന്തു അനുസരിച്ചു. പുലർച്ചെ ഉണർന്നപ്പോഴും അവൻ മേനകയുടെ മടിയിലായിരുന്നു. മേനക ഉറങ്ങിയില്ലേ? ചിന്തുവിന് പരിഭ്രമം. വളരെ നാളുകൾക്ക് കൂടി ഞാൻ ശാന്തമായി ഉറങ്ങിയത് ഇന്നലെയാണ്. ശാഠ്യക്കാരായ കുട്ടികളെ മടിയിൽ കിടത്തിയിരുന്നുറങ്ങേണ്ടി വന്നിട്ടുള്ള ഗതികേടിനെ കുറിച്ച് ചില അമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ഭാഗ്യം ഞാൻ കഴിഞ്ഞ രാത്രിയിലാണ് അറിഞ്ഞത്. അപ്പോ എന്നെ ഒരു കുട്ടിയാക്കി. അല്ലെങ്കിലും ചിന്തു കുട്ടിയാണല്ലോ. മേനക ചിരിച്ചു. അന്ന് കുളിയും പ്രാതലും കഴിഞ്ഞാണ് ചിന്തു മടങ്ങിയത്. പുറപ്പെടാൻ നേരം മേനക ചിന്തുവിനെ ആശ്വസിപ്പിച്ചു. നോക്കിക്കോളൂ ചിന്തു, കല്യാണി മടങ്ങി വരും, തീർച്ച. ഇനിയോ? മേനക പുഞ്ചിരിച്ചു. അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ചിന്തുവിന് സ്റ്റേഷനിലേക്ക് ഏട്ടത്തിയമ്മയുടെ ഫോൺ വന്നു. അറിഞ്ഞു ചിന്തു, കല്ലുവിന് കല്യാണം ചെയ്ത പയ്യനില്ലേ, ജയദേവൻ, ഇന്ന് രാവിലെ ഒരു ബൈക്ക് ആക്സിഡന്റിൽ. ആ കുട്ടി ഇതെങ്ങനെ സഹിക്കുമാവോ? ടെലിഫോൺ റിസീവറും പിടിച്ച് ചിന്തു ചലനമറ്റിരുന്നു പോയി.